Hello, good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, Miss. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും സേഫ് ആയിട്ട് ഇരിക്കുകയല്ലോ എല്ലാവരും. മഴയുടെ ആഫ്റ്റർ ഇഫക്റ്റുകൾ കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല. ഓക്കെ, കേൾക്കാളേ? സൗണ്ട് കുറവാണോ? നോക്കട്ടെ. ഇച്ചിരി സൗണ്ട് കൂട്ടാം. ഇപ്പോഴോ? ഹലോ. ശരിയല്ലേ? ഓക്കെ, സൗണ്ട് ഇത്തിരി കുറഞ്ഞു പോയിട്ടുണ്ടാവും, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് എവിടെയാ എടുത്തത്? നെൽസൺ ഒന്ന് പറയാമോ, എവിടെയാ നമ്മൾ എടുത്ത് നിർത്തിയെന്ന്? ഇല്ല, ആളില്ല. നെൽസൺ ഹലോ. പറഞ്ഞോ. ഏത് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞേ? ENT ഡിപ്പാർട്ട്മെന്റ്. യെസ്, ENT ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് ചെയ്തിരുന്നോ? കംപ്ലീറ്റ് ചെയ്തു. നോട്ട് തന്നോ? അതായത് അതിനകത്ത് കൂടുതലും ഞാൻ എഴുതാൻ തന്നിരുന്ന നോട്ട് തന്നോന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ചോദിക്കണേ. ഓട്ടോലാറിൻകോളജിസ്റ്റ്, അതായത് ENT സർജൻ സ്പെഷ്യലിസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഓട്ടോലാറിൻകോളജിസ്റ്റ്. അത് എഴുതിയോ? പിന്നെ നെക്ക് ലംബ എന്താണെന്ന് എഴുതിയോ? പിന്നെ ടിയർ ഡക്ട് പ്രോബ്ലം എന്താണെന്ന് എഴുതിയോ? അതുവരെ എഴുതിയോ? ഇതുവരെ എഴുതി. അപ്പൊ ഓക്കെ, അപ്പൊ ഡിപ്പാർട്ട്മെന്റും കഴിഞ്ഞു, അതിന്റെ നോട്ട് കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഞാനപ്പോ അത്രേ ഉള്ളൂ. അത്രയാണ്, കൂടുതൽ എക്സ്റ്റെൻഡഡ് ആയിട്ട് തരേണ്ട ആ നോട്ടായിരുന്നു. ഓട്ടോലാറിൻകോളജിസ്റ്റ് ENT സർജൻ സ്പെഷ്യലിസ്റ്റിനെ വിളിക്കുന്ന പേരാണെന്നും നെക്ക് ലംബ് എന്താണ് നമ്മൾ പറഞ്ഞല്ല, നെക്കിലൊരു എൻലാർജ്മെന്റ്, ഒരു ലിംഫിലുള്ള ഒരു എന്താ പറയാ എൻലാർജ്മെന്റിനെയാണ് നമ്മൾ നെക്ക് ലംബ് എന്ന് വിളിക്കുക. അത് ബാക്ടീരിയ, വൈറൽ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് കൊണ്ട് ഉണ്ടാകുന്നതാകാം, ചിലപ്പോ ക്യാൻസർ ആകാം. അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ENTയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന്. പിന്നെ ടിയർ ഡക്ട് പ്രോബ്ലം, നമ്മുടെ കണ്ണുനീര് ഉൽപ്പാദിപ്പിച്ച് കഴിയുമ്പോൾ കണ്ണുനീര് ചില കാര്യങ്ങളിൽ നമ്മള് എന്താ പറയാ, നമ്മളുടെ ഒരു റിഫ്ലക്ഷൻ, നമ്മൾ കണ്ണിലേക്ക് പൊടി പോകുമ്പോ, എന്താ പറയാ പുക പോകുമ്പോ, എരിവുള്ള എന്തെങ്കിലും സാധനത്തിലേക്ക് നമ്മുടെ ഐ കോണ്ടാക്ട് വരുമ്പോ, അതുപോലെ തന്നെ സങ്കടം വരുമ്പോ ഒക്കെ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഷെഡ് ചെയ്യും. പക്ഷെ ചില ആളുകളിൽ അത്തരം കാര്യങ്ങൾ കാണാറില്ല, പറ്റില്ല അവർക്ക്. ബിക്കോസ് ആ ഒരു ഡക്റ്റില്, അതിന്റെ ആ ഓപ്പണിങ്ങില്, കണ്ണുനീര് പുറത്തേക്ക് വരുന്ന ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന ഡക്റ്റില് എന്തെങ്കിലും ബ്ലോക്ക് വന്നതുകൊണ്ടായിരിക്കാം. അപ്പൊ ടിയർ ഡക്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് ENTയിലാണ്. അതിന് അവർ ചെയ്യുന്നത് ഒരു ചെറിയൊരു പ്രോബ് ചെയ്തിട്ട്, ഒരു ഇതുപോലത്തെ ഒരു ഇൻസ്ട്രുമെന്റ് വെച്ച് സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള വാട്ടർ അതിനകത്തേക്ക് ഫ്ലഷ് ചെയ്തിട്ട് ആ ഒരു ഡക്ട് ഓപ്പൺ ചെയ്ത് പാത്വേ ക്ലിയർ ചെയ്ത് ടിയേഴ്സ് ഷെഡ് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കി കൊടുക്കുന്നതാണ് ടിയർ ഡക്ട് വേണ്ടിയിട്ടുള്ള, ആ ഡിസീസിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്. അപ്പൊ നമ്മൾ അവിടെ വരെയൊക്കെയാണ് പറഞ്ഞു തീർന്നത്. സോ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, അതിന് മുമ്പ് ഒന്ന് മ്യൂട്ട് ചെയ്തേക്കട്ടെ. എന്തോ സൗണ്ട് വരലുണ്ടായിരുന്നു, ഇവിടെ നിന്ന് നമ്മുടെ നിന്നാണോന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ പുറത്തുനിന്നാണോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം. ഏതാണ് ആ ഡിപ്പാർട്ട്മെന്റ്?
എൻഡോക്രൈനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. എൻഡോക്രൈനോളജി ഇസ് ദി ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഡീൽസ് വിത്ത് ദ മെഡിസിൻ റിലേറ്റഡ് ടു എൻഡോക്രൈൻ സിസ്റ്റം. ഇവിടെ എൻഡോക്രൈൻ സിസ്റ്റം അന്തസ്രാവി എന്താ പറയാ സിസ്റ്റവുമായിട്ട് എൻഡോക്രൈൻ സിസ്റ്റവുമായിട്ട് എന്താ പറയാ മൊത്തത്തിൽ അതിനെ ബാധിക്കുന്ന ചില മെഡിസിൻസിന് അല്ലെങ്കിൽ അത്തരം ഡിസീസസിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വിഭാഗമാണ് എന്തെന്ന് വിളിക്കുക എൻഡോക്രൈൻ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. എൻഡോക്രൈൻ സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുന്ന ചില ഭാഗങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ഏതിനൊക്കെ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകളാണെന്നും ഏതൊക്കെ ഓർഗൻസിനെ ബാധിക്കുന്ന കാര്യങ്ങളാണെന്നും ഒക്കെയാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. എന്താണ് അപ്പൊ എൻഡോക്രൈൻ സിസ്റ്റം? എന്തൊക്കെയാണ് അതിനകത്ത് പെടുന്നത്? പാൻക്രിയാസ്, തൈറോയിഡ്, പാരാതൈറോയിഡ്, പൈനിയൽ ഗ്ലാൻഡ്, ഹൈപ്പോതലാമസ്, അഡ്രീനൽ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ് ആൻഡ് ഓവറീസ് ആൻഡ് ടെസ്റ്റിസ്. ഇത്രയും കാര്യങ്ങളെല്ലാം ചേരുന്നതാണ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടി ചേരുന്നതാണ് അന്തസ്രാവി വ്യവസ്ഥ. എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വരുന്ന എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ ഇനി കൊടുക്കുന്നു അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ഓർഗൻസിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ എന്തിനെയൊക്കെ ബാധിക്കുന്ന ഡിസീസസ് ആണ് ആ ഒരു സിസ്റ്റം എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ആൻസർ ആണിത്. പാൻക്രിയാസ്, തൈറോയിഡ്, പാരാതൈറോയിഡ്, പൈനിയൽ, ഹൈപ്പോതലാമസ്, അഡ്രീനൽ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ് ആൻഡ് ഓവറീസ് ആൻഡ് ടെസ്റ്റിസ്. അല്ലെ? അപ്പൊ ഇതെല്ലാം കൂടി ഇതിന്റെ എല്ലാം കൂടി ഒരു കളക്റ്റീവ് നെയിം ആണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. പാൻക്രിയാസ്. പാൻക്രിയാസ് എന്താ? ലിവർ പാൻക്രിയാസ് എന്നൊക്കെ ഉണ്ടല്ലോ. ഇത് നമ്മുടെ ബോഡിയിൽ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും പലതരത്തിലുള്ള ഫാറ്റ് അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ നമുക്ക് ഒത്തിരി ഫുഡിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ടല്ലോ. ഇതിനെയൊക്കെ എന്താ പറയാ ഇതിനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പാൻക്രിയാസ്. നമ്മൾ ആവശ്യത്തിന് ശരീരത്തിൽ വേണം. അതെങ്ങനെ ശരീരത്തിലേക്ക് കിട്ടുക? നമ്മൾക്ക് അത് ശരീരത്തിന്റെ ആവശ്യമുള്ളത് അബ്സോർബ് ചെയ്തെടുക്കണമെങ്കിൽ അതെല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്യണം. ഈ പറയുന്ന ഫാറ്റും അതുപോലെ കാർബോഹൈഡ്രേറ്റും ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള എന്താ പറയാ ഒരു കൃത്യനിർവഹണമാണ് പാൻക്രിയാസ് ചെയ്യാം. പിന്നെ തൈറോയിഡ് ഒക്കെ അറിയാലോ. തൈറോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന തൈറോയിഡ്, പാരാതൈറോയിഡ്, തൈറോയിഡിന്റെ തന്നെ തൊട്ടപ്പുറത്തും കാണുന്ന രണ്ട് പെയേഴ്സ്, രണ്ട് എന്താ പറയാ ജോഡികളായിട്ടുള്ള ഓവൽ ഷേപ്ഡ് ആയിട്ടുള്ള തൈറോയിഡ് പെയേഴ്സ് ആണ്. അതും ഇതിനകത്ത് വരുന്നതാണ്. അതിനകത്ത് വരുന്ന എന്തെങ്കിലും ഡിസീസസ് ഒക്കെ ക്യൂർ ചെയ്യുന്നത് എൻഡോക്രൈനോളജിയിലാണ്. പൈനിയൽ ഓർ പീനിയൽ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പ്രൊനൗൺസ് ചെയ്യാം. പീനിയൽന്നോ പൈനിയൽന്നോ ഒക്കെ. അത് നമ്മളുടെ അതെന്ത് ഗ്ലാൻഡ് ആണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നമ്മൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ, രാവിലെ മുതല് വൈകുന്നേരം വരെ നമ്മൾ ഇങ്ങനെ ഡെയിലി ആക്ടിവിറ്റീസിനെ നമുക്ക് ചെയ്യാൻ എന്താ പറയാ കേപ്പബിൾ ആകുന്ന അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒന്നാണ് പൈനിയൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്നുണ്ട്. ക്ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ അക്കോർഡിംഗ് ടു ടൈം വി ആർ ഡൂയിങ് പെർട്ടിക്കുലർ ആക്ടിവിറ്റീസ്. ഓരോ കാര്യങ്ങളും നമ്മൾ ചിലതൊക്കെ ചെയ്യുന്നത് നമ്മുടെ സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണല്ലോ. അപ്പൊ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു പ്രവർത്തനമാണ് ഏതിന്റേത്? പൈനിയൽ ഗ്ലാൻഡിന്റേത്. പിന്നെ വന്നിരിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് അവർ ബ്രെയിൻ. ബ്രെയിനിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് വിച്ച് കൺട്രോൾസ് ദ ടെമ്പറേച്ചർ, വാട്ടർ ലെവൽ, ഹങ്കർ. നമുക്കുണ്ടാകുന്ന എന്താ പറയുക നമ്മുടെ ശരീരത്തിലെ വാട്ടർ ലെവലില് കൺട്രോൾ ചെയ്യാൻ, നമ്മളുടെ എന്താ പറയാ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ, നമ്മുടെ ഹങ്കർ വിശപ്പിനെ കൺട്രോൾ ചെയ്യുന്നത്. വിശപ്പ് കൂടുതൽ വരുമ്പോ അതിനൊക്കെ കൺട്രോൾ ഒക്കെ ചെയ്യുന്നല്ലോ, കൂടിയോ കുറഞ്ഞോ ഒക്കെ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് ഫങ്ഷൻ ചെയ്യുന്നതാണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് ബ്രെയിനിന്റെ പ്രധാനപ്പെട്ട ഭാഗം. അപ്പൊ അതിനുണ്ടാകുന്ന ഡിസീസസ് അഡ്രിനൽ ആൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അഡ്രിനൽ ഗ്ലാൻഡും പിറ്റ്യൂട്ടറി ഗ്ലാൻഡും അതുപോലെ തന്നെ അതായത് നമ്മുടെ കിഡ്നിയുടെ എബോവിൽ ഉള്ളതാണ്, മുകളിൽ കാണുന്നതാണ് അഡ്രിനൽ ഗ്ലാൻഡ്. അതുപോലെ തന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അല്ലെങ്കിൽ പിയൂഷ് ഗ്ലാൻഡ് എന്നും അതിന് പേരുണ്ട്. മാസ്റ്റർ ഗ്ലാൻഡ് എന്നൊക്കെ വിളിക്കാം അതിന്. അത് ഇതുപോലെ എന്താ പറയാ ഒരു പീന്റെ ആകൃതി പയറുവിത്തിന്റെ ഒക്കെ ഷേപ്പിലുള്ള ഒരു ഗ്ലാൻഡ് ആണ്. അതിനുണ്ടാകുന്ന ഡിസീസസ് ഓവറീസ് ആൻഡ് ടെസ്റ്റിസ്. അതായത് നമ്മളുടെ എന്താ പറയാ പുരുഷന്മാരുടെയും സ്ത്രീകളുടെ ഒക്കെ സെക്ഷലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ അവയവങ്ങളിൽ ഉണ്ടാകുന്ന ചില ഇതാണ് ഓവറീസ് ആൻഡ് ടെസ്റ്റിസ്. അപ്പൊ അതിലുമൊക്കെയുള്ള ട്രീറ്റ്മെന്റുകൾ അതിനൊക്കെ ബാധിക്കാവുന്ന പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട്. അപ്പൊ ഇത്തരം ആ ഒരു എല്ലാത്തിനും കൂടി ഒരു കളക്റ്റീവ് നെയിമാണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ആ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വരുന്ന ഓർഗനുകളാണ് ഇപ്പൊ ഈ പറഞ്ഞതെല്ലാം തന്നെ. മറക്കണ്ട, പാൻക്രിയാസ്, തൈറോയിഡ്, പാരാതൈറോയിഡ്, പൈനിയൽ ഗ്ലാൻഡ്സ്, ഹൈപ്പോതലാമസ്,
അഡ്രിനൽ ആൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻസ്, ഓവറീസ് ആൻഡ് ടെസ്റ്റിസ്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ്, ഒരുമിച്ച് ചേരുമ്പോഴാണ് എന്താകുക, എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. പാരാതൈറോയ്ഡ് എന്ന് പറയുമ്പോൾ തൈറോയിഡിന്റെ തന്നെ തൈറോയ്ഡ് ഗ്ലാൻഡ്, അതിന്റെ തൊട്ടപ്പുറത്ത് 2 എണ്ണം വീതം വീണ്ടും ഉണ്ട്, ചെറുത്, അതിനേക്കാൾ ചെറുതായിട്ടുള്ള 2 ഗ്ലാൻഡുകളുണ്ട്. ഓവൽ ഷേപ്പിലുള്ള 2 എണ്ണം ഉണ്ട്. അതാണ് പാരാതൈറോയ്ഡ്. അതിന്റെ പാര എന്ന് പറഞ്ഞാൽ എന്താണ്? പാര എന്ന് പറഞ്ഞാൽ പാരലൈസ്ഡ് അല്ലെ എന്നൊക്കെ നമ്മൾ കേട്ടല്ലേ. എന്ന് വെച്ചാൽ മറ്റതിനെ ആശ്രയിച്ച് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന മറ്റു 2 തൈറോയിഡ് 2 എണ്ണം വീതമുണ്ട് കേട്ടോ 2 സൈഡിലും. അപ്പൊ അതുകൊണ്ട് അത് 2 പയേഴ്സ് എന്നാണ് വിളിക്കുക, 4 എണ്ണം ഉണ്ടാവും. പിന്നെ പൈനിയൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ പീനിയൽ ഓർ പൈനിയൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ്, നമ്മൾ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന കുറെ പ്രവർത്തനങ്ങളില്ലേ, ആ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാൻ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യുന്ന, നമ്മുടെ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പോ തൈറോയ്ഡ് ഗ്രന്ഥി തൈറോയ്ഡ് ഉൽപ്പാദിപ്പിക്കും. നമുക്ക് ശരീരത്തിന്റെ ചില പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി തൈറോയ്ഡ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ. അപ്പൊ തൈറോയ്ഡ് നമ്മൾ കേട്ടിട്ടില്ലേ, തൈറോയ്ഡ് ഒരു ആവറേജ് ലെവലിൽ നമ്മുടെ ശരീരത്തിന്റെ പ്രോപ്പർ ഫംഗ്ഷനിങ് വേണം. എന്നാൽ അത് കൂടുതലോ കുറഞ്ഞോ പോയി കഴിഞ്ഞാൽ അത് രോഗമായി. ഓക്കെ, തൈറോയ്ഡ് എല്ലാ സാധനവും നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് വേണം. തൈറോയ്ഡ് ആയിക്കോട്ടെ, വൈറ്റമിൻസ് ആയിക്കോട്ടെ, പ്രോട്ടീൻസ് ആയിക്കോട്ടെ, മിനറൽസ് ആയിക്കോട്ടെ, കാൽഷ്യം ആയിക്കോട്ടെ, എല്ലാം ഒരു ആവറേജ് ലെവലിലുണ്ട്. അതിനൊക്കെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇതുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഏജ് അനുസരിച്ച് ഇത്രയൊക്കെ വേണമെന്നുണ്ട് അല്ലെ. നമുക്ക് പറയാറില്ലേ, നമ്മൾ പൊക്കത്തിനനുസരിച്ചുള്ള വെയിറ്റ് വേണം. അപ്പൊ പൊക്കത്തിന് എന്താ പറയാ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള വെയിറ്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ആ പൊക്കത്തിനനുസരിച്ചുള്ള വെയിറ്റ് അല്ല കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെങ്ങനെയെങ്കിലും അതൊക്കെ കൺട്രോൾ ചെയ്ത് അതിനെ ആക്കാൻ വേണ്ടി നോക്കണം. കൂടുതലാണെങ്കിലോ അതിനെയും കൺട്രോൾ ചെയ്ത് ആ രീതിയിലാക്കാൻ നോക്കണം. അതല്ലെങ്കിൽ എന്താകും, പ്രശ്നങ്ങളാണ്. ശരി, നമ്മൾ അൺഹെൽത്തി ആണ്. അല്ലെങ്കിൽ ഓക്കെ, ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ അക്കോർഡിംഗ് ടു ദെയർ ഹൈറ്റ് ദർ ഷുഡ് ബി ദെയർ വെയിറ്റ്. അവരുടെ വെയിറ്റും ഹൈറ്റും ഒക്കെ പ്രൊപ്പോർഷനേറ്റ് ആണ്, പ്രത്യേക അനുപാതത്തിലാണ്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ശരീരത്തിന്റെ അകത്തേക്കും കുറെ സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട്. ഇതൊക്കെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് വേണ്ടത്. ഇഫ് ഇറ്റ് ഈസ് മോർ ഓർ ലെസ്, കൂടുതലായാലും കുറവായാലും ഇറ്റ് ബിക്കംസ് എ ഡിസീസ്. അതെന്തായി, രോഗമായി. അതുകൊണ്ടല്ല തൈറോയ്ഡ് കുറെ പേർക്ക് കുറെ കൂടുതൽ, കുറവർക്ക് ചില ആളുകളിൽ തൈറോയ്ഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല, വളരെ ആവശ്യത്തിന് പോലും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല. അതായത് ഭയങ്കര ലോ ആയിട്ട് പോകുന്നു. അതും പ്രശ്നമാണ്. അപ്പൊ അതൊക്കെ ഉള്ളവർ എന്ത് ചെയ്യുന്നു, ഗുളിക കഴിക്കുക, മരുന്ന് കഴിക്കുക. അതൊക്കെ ഒരു പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ജീവിതകാലം മുഴുവൻ കഴിക്കണം ഉള്ളതാണ് ഇതിനൊരു മറ്റൊരു പ്രത്യേകത, തൈറോയ്ഡൊക്കെ വന്നാലും. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് ഇതെല്ലാം കൂടി, ഈ ഓർഗൻസ് എല്ലാം കൂടി ചേരുമ്പോഴാണ് ഇത് കൺസിസ്റ്റ് ഓഫ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം രൂപീകരിക്കുന്നത്. എൻഡോക്രൈനോളജിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഇറ്റ് ഈസ് ഓൾസോ ഡെൽറ്റ് വിത്ത് ഹോർമോൺസ് ആൻഡ് ഹോർമോൺ റിലേറ്റഡ് ടു ദ ഗ്ലാൻഡ്സ്. നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ, ഗ്ലാൻഡുകൾ, അതിന് ഉണ്ടാകുന്ന അസുഖങ്ങളും ഈ ഒരു എൻഡോക്രൈനോളജിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെന്റുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് ഏതൊക്കെ കുറച്ച് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ക്ലോസ്ലി കണക്റ്റഡ് ആണ്. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറയുന്നത് ഒഫ്താൽമോളജി. ഈ ഗ്രന്ഥി എവിടെയൊക്കെ ഉണ്ടോ, ഗ്രന്ഥികൾ എവിടെയൊക്കെ ഉണ്ടോ ആ ഭാഗവുമായിട്ട് അല്ലെങ്കിൽ അത്തരം ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് നമ്മുടെ ഈ എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റിന് ബന്ധമുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. കണ്ണിലുണ്ട് കുറെ ഗ്രന്ഥികൾ. അപ്പൊ അതുകൊണ്ട് ഒഫ്താൽമോളജിയുമായിട്ട് ഇതിന് ക്ലോസ്ലി കണക്ഷൻ ഉണ്ട്. റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല ക്യാൻസർ റിലേറ്റഡ് ആയിട്ടാണ്. അപ്പൊ അത് പല ഗ്രന്ഥികളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് അതിനും, പിന്നെ പല ഒബ്സ്റ്റെട്രിക്സിൽ ഉണ്ടാകുന്ന സർജറീസ്, അതായത് അമ്മയാകുന്നത് മുതൽ കുഞ്ഞ് ജനിച്ച് പുറത്തു വന്നത് കുറച്ച് ദിവസങ്ങൾ വരെ ഉള്ള ട്രീറ്റ്മെന്റിന്റെ ആ ഒരു കംപ്ലീറ്റ് സ്പെക്ട്രത്തെയാണ് നമ്മൾ, അത് കിട്ടുന്ന ട്രീറ്റ്മെന്റ് കിട്ടുന്ന സ്പെക്ട്രത്തെയാണ് നമ്മൾ ഒബ്സ്റ്റെട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് വിളിക്കുക. അപ്പൊ അത് ഇതുപോലെ തന്നെ സർജറീസ് ഒക്കെ നടത്തുമ്പോൾ പല ഗ്ലാൻഡുകളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സർജറീസിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് പിന്നെ പല ട്രാൻസ്പ്ലാന്റേഷൻസ് നടത്തുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഒരു അവയോ വേറൊരാളിലേക്കോ അല്ലെങ്കിൽ അവരുടെയും നമ്മുടെയിലേക്കോ വെക്കുമ്പോൾ അതും ഗ്രന്ഥികളുമായി കണക്ട് ചെയ്തതായതുകൊണ്ട് അത്തരം കാര്യങ്ങളും നമ്മളുടെ എൻഡോക്രൈനോളജിയിൽ എന്താ പറയാ connected ആണ്. And also it provides some multidisciplinary approach to the patient's medical problems or medical diseases. മറ്റു പല രോഗങ്ങൾക്കും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിച്ച് ഈസ് ഏതൊക്കെയാണത്, ഡയബറ്റിക്സ്, ന്യൂട്രീഷൻ പ്രോബ്ലംസ്, പോഷകാഹാരങ്ങൾ കിട്ടാത്തതിന്റെ അല്ലെങ്കിൽ ആവശ്യത്തിന് പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്തത് കൊണ്ടുണ്ടാകുന്ന പല രോഗങ്ങളുണ്ട്. ഓസ്റ്റിയോപോറസിസ് അത് മറ്റൊന്നാണ്. കാൽഷ്യം ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ബലക്ഷയങ്ങളൊക്കെ ഇല്ലേ, എന്താ പറയാ എല്ലിന് ക്ഷയം, എന്താ പറയാ ക്ഷതം അല്ല
ബലക്ഷയം എന്ന് പറയുമല്ലോ, അത് അങ്ങനെ എന്താണ്ടാണ്. അപ്പൊ ഓക്കെ, എല്ലുകൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രെങ്ത് ഇല്ലാത്തൊരവസ്ഥ പറയാം. അപ്പൊ ബോൺ ഡിസോർഡേഴ്സ്, എല്ല് പൊടിയുക, അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ ഇല്ലേ? കേട്ടിട്ടില്ലേ? ശരിയല്ല, ശതമാണോ? എനിക്ക് ഒരു ശരിയല്ല, അല്ല അല്ല. ഓസ്റ്റിയോപോറസിസ് കാൽഷ്യം ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന എല്ലിന്റെ ബലക്കുറവ്, അതാണ് ഉദ്ദേശിക്കുന്നത് ബോൺ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ പിറ്റ്യൂട്ടറി ഗൊണാഡ് അഡ്രിനൽ ഡിസോർഡേഴ്സ്, ഇത് ലൈംഗികപരമായിട്ടുള്ള സെക്ഷൽ ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഈ പറയുന്ന നമ്മളുടെ അഡ്രിനൽ ഗ്ലാൻഡിനൊക്കെ ഉണ്ടാകുന്ന, പിറ്റ്യൂട്ടറി പീയൂഷ് ഗ്ലാൻഡിനൊക്കെ ഉണ്ടാകുന്ന മാസ്റ്റർ ഗ്ലാൻഡ് ആണ്, അതിനുണ്ടാകുന്ന ചില ഡിസോർഡേഴ്സ്. തൈറോയിഡ് ഡിസോർഡേഴ്സ്, ട്രാൻസ്ജെൻഡർ, ഒരു ജെൻഡറിൽ നിന്ന് മറ്റൊരു ജെൻഡറിലേക്ക് മാറുമ്പോഴും എന്താ പറയാ, പല ഗ്രന്ഥികളുമായി കണക്ട് ചെയ്തിട്ടാണല്ലോ മനുഷ്യന്മാരെ പല അവയവങ്ങളും. അതുകൊണ്ട് തന്നെ അങ്ങനെ മാറുമ്പോൾ അത്തരം ട്രീറ്റ്മെന്റുകൾ എൻഡോക്രൈനോളജിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്റർസെക്സ് മെഡിസിൻസ്, അതായത് നമ്മുടെ ഒരു സെക്സിൽ മറ്റൊരു സെക്സിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങനെ വരുന്ന മെഡിസിൻസും ട്രാൻസ്പ്ലാന്റേഷൻസും ഒക്കെയാണ് നമ്മുടെ എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊക്കെ ഒത്തിരി ട്രീറ്റ്മെന്റുകൾ സൂപ്പർ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ സ്പെഷ്യൽ മൾട്ടി ഡിസിപ്ലിനറി സ്പെഷ്യാലിറ്റീസും എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓർത്തിരിക്കുക, ഡയബറ്റീസ്, ന്യൂട്രീഷൻ, ബോൺ ഡിസോർഡേഴ്സിൽ പെടുന്ന ഓസ്റ്റിയോപോറസിസ്, പിറ്റ്യൂട്ടറി ഗൊണാഡ് അഡ്രിനൽ ഡിസോർഡേഴ്സ്, thyroid disorders, transgender and intersex medicine, and also transplantation. ഏതൊക്കെയാണ് ആ പേരുകളൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ അകത്ത് വരുന്ന അല്ലെങ്കിൽ അത് കൺസിസ്റ്റ് ചെയ്യുന്ന ഓർഗൻസ് ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ എന്തൊക്കെ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ആണ് എൻഡോക്രൈനോളജിയിൽ ഉള്ളതെന്നും എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രീറ്റ്മെന്റുകളാണ് എൻഡോക്രൈനോളജിയിൽ ഉള്ളതെന്നും അങ്ങനെയാണ് പ്രധാനമായിട്ട് ആ 3 കാര്യങ്ങളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ക്ലിയർ ആണോ? എൻഡോക്രൈനോളജി റിലേറ്റ്സ് ടു എൻഡോക്രൈൻ സിസ്റ്റം. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എൻഡോക്രൈൻ സിസ്റ്റം കൺസിസ്റ്റ് ചെയ്യുന്ന എന്തൊക്കെയാണ് അത് ഓർത്തിരിക്കാൻ. പാൻക്രിയാസ്, തൈറോയിഡ്, പാരാതൈറോയിഡ്, ഹൈപ്പോതലാമസ്, അഡ്രിനൽ ആൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ഓവറീസ് ആൻഡ് ടെസ്റ്റിസ്. ഇനി ഇതിന്റെ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് വേറെ ഏതൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഡയബറ്റിക്സ്, ന്യൂട്രീഷൻ പ്രോബ്ലംസ്, ഓസ്റ്റിയോപോറോസിസ് ഓർ ബോൺ ഡിസോർഡേഴ്സ്, പിന്നെ അഡ്രിനൽ പിറ്റ്യൂട്ടറി അഡ്രിനൽ ഗൊണാഡ് ഡിസോർഡേഴ്സ്, thyroid disorders, transgender, intersex medicines, and also transplantation. Okay, ഇത്രയും കാര്യങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റുകളാണ് എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അതെന്തൊക്കെയാണെന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി അത് ഞാൻ ലാസ്റ്റ് എഴുതി തരാം. ഈ ഒരു എന്തൊക്കെ ആണ് ഏതിനു വേണ്ടിയിട്ട് എൻഡോക്രൈൻ സിസ്റ്റത്തിനെ ബാധിക്കുന്ന അസുഖങ്ങളാണ് എൻഡോക്രൈനോളജിയിൽ. അപ്പൊ അത് ഏതൊക്കെയാണ് അവയവങ്ങൾ അതിനകത്ത് കൺസിസ്റ്റ് ചെയ്യുന്നതെന്ന്, ഏതൊക്കെ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ മറ്റേതെങ്കിലും ഡിസിപ്ലിനറി അപ്രോച്ച് കൊടുക്കുന്ന മേഖലകൾ ഏതൊക്കെയാണ്, ഈ 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും എൻഡോക്രൈനോളജിയിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നൗ നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയാലോ? ഇനി ഓൾസോ ഇനി ഈ പറഞ്ഞ നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവുകയാണ്. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ജെറിയാട്രിക്സ് ആണ്. എന്താണ് അടുത്ത ഡിപ്പാർട്ട്മെന്റിന്റെ പേര്? ജെറിയാട്രിക്സ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടുള്ളതാ ജെറിയാട്രിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്? മോസ്റ്റ്ലി കോൺസെൻട്രേറ്റഡ് എന്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതാ പറയാമോ? ജെറിയാട്രിക്സ് ഓൾഡ് അഡൽട്സ് ആണ്. വെരി ഗുഡ്. അതെ, എൽഡർലി പീപ്പിളിനെ ഉദ്ദേശിച്ചിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്ന് വെച്ചാൽ എൽഡർലി പീപ്പിൾ സഫർ ഫ്രം എ ലോട്ട് ഓഫ് ഇൽനെസ്, അല്ലെ, ഡ്യൂ ടു ദെയർ ഓൾഡ് ഏജ്. എല്ലാവരും പ്രായം ചെല്ലും, പ്രായമാകാൻ ഉള്ള സമയത്ത് അവർക്ക് ഉണ്ടാകാവുന്ന ചില ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ, ഒത്തിരി വൈഡ് റേഞ്ച് ഓഫ് ഇൽനെസ് നമ്മുടെ പ്രായം ചെല്ലുമ്പോൾ നമ്മളെ പിടികൂടാറുണ്ട്. അപ്പൊ അത്തരം ആളുകൾക്ക് സ്പെഷ്യലി ടു ഗിവ് ക്വാളിറ്റി പേഷ്യന്റ് കെയർ, അതാണ് ആ വേർഡ് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഫ്രേസ് അങ്ങനെയാണ്. ക്വാളിറ്റി പേഷ്യന്റ് കെയർ പ്രൊവൈഡഡ് ടു ദ എൽഡർലി പേഷ്യൻസ്. അതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ജെറിയാട്രിക്സ്. അതായത് വെറുതെ എന്തെങ്കിലും ചികിത്സിച്ചാൽ പോരാ, ഇത് ക്വാളിറ്റി ആയിട്ടുള്ള കുറെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് പേഷ്യന്റ് കെയർ കൊടുക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർ സഫർ ചെയ്യുന്ന വൈഡ് റേഞ്ച് ഓഫ് ഇൽനെസ്സുകൾ ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും അവർ ഫേസ് ചെയ്യുന്ന ഇൽനെസ് ഡ്യൂ ടു ഓൾഡ് ഏജ്, പ്രായാധിക്യം കൊണ്ട് നമുക്കുണ്ടാകുന്ന പല അസുഖങ്ങള്. ഒന്ന് സ്ട്രോക്ക്, gastroenterology, diabetics, locomotor problems, syncope, and bone disease. ഓക്കെ, എന്താണ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ? സ്ട്രോക്ക് ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ. പെട്ടെന്നൊക്കെ ഈ BP ഒക്കെ അടിച്ചു കയറി കഴിയുമ്പോൾ ചില ആളുകൾ എന്താ പറയാ, സ്ട്രോക്ക് ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ചില ഭാഗമൊക്കെ ഇങ്ങനെ പാരലൈസ്ഡ് ആയി പോകുക. അതുപോലെ തന്നെ ചിലർ കോമ സ്റ്റേജിലേക്ക് പോകും. നമുക്ക് ഒന്നും അറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ നമ്മുടെ തലച്ചോറിലേക്ക് അടിച്ചു കയറുമ്പോഴാണ് എന്താകുക? സ്ട്രോക്ക്.
അത് കുറെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും, കുറെയൊക്കെ ചിലപ്പോൾ ക്യൂർ ചെയ്യാൻ പറ്റാത്ത രീതിയിലാകും. അപ്പൊ അതൊക്കെ എന്താ പറയാ നമ്മുടെ ഓൾഡ് ഏജ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത്. കുറെ ഓൾഡ് ഏജ് ഒക്കെ ആകുമ്പോൾ കുറെ സ്ട്രെസ്സും അതും ഇതൊക്കെ ഉണ്ടാവുമല്ലോ ചില ആളുകളിൽ. കുറെയൊക്കെ നമ്മൾക്ക് വരുന്നത് നമ്മളിനി എന്താ പറയാ വയസ്സായി, അല്ലെങ്കിൽ നമുക്ക് ഇനി മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ ചില ആളുകൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് എപ്പോഴും എൻഗേജ്ഡ് ആയിരുന്ന ആൾക്കാർ ഓൾഡ് ഏജ് ആയി കഴിയുമ്പോൾ അവർക്ക് മറ്റ് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാനില്ല, അവരെ ചിലപ്പോ മറ്റുള്ളവര് തങ്ങളുടെ ഒപ്പം ചേർക്കുന്നില്ല എന്നൊക്കെയുള്ള അങ്ങനെയുള്ള ചില വിഷമങ്ങളും ഒക്കെ ആകുമ്പോൾ ഒരുപാട് ടെൻഷൻസ് അവര് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ടാകാം ചിലപ്പോ അങ്ങനെ BP ഒക്കെ ഭയങ്കരമായിട്ട് കൂടി ഒക്കെ അത് അടിച്ച് നമ്മുടെ ബ്രെയിനിലേക്ക് കയറി അങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെ വരിക. അപ്പൊ അതൊക്കെ ഓൾഡ് ഏജ് കൊണ്ട് ഉണ്ടാകുന്നതാണ്. നെക്സ്റ്റ് വൺ എന്താ? ഗ്യാസ്ട്രോഎൻട്രോളജി, സ്റ്റൊമക്ക് റിലേറ്റഡ്, ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് മാത്രമൊന്നുമല്ല കേട്ടോ, സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്റ്റൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസിനെ ആണ് നമ്മൾ ഗ്യാസ്ട്രോഎൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ ചികിത്സിക്കുക അല്ലെ. അപ്പൊ അങ്ങനത്തെ പ്രോബ്ലംസും നമുക്ക് വയസ്സാകുമ്പോൾ ഉണ്ടാകും. കാരണം ദഹന പ്രക്രിയകൾ മര്യാദയ്ക്ക് നടക്കാതിരിക്കുക, ഇൻഡസ്റ്റൈൻസ് നമ്മുടെ ലാർജ് ഇൻഡസ്റ്റൈനിലോ അതുപോലെ സ്മോൾ ഇൻഡസ്റ്റൈനിലൊക്കെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ ഇതൊക്കെ ഓൾഡ് ഏജ് കൊണ്ട് ഉണ്ടാകും. അപ്പൊ അതിനൊക്കെ പ്രത്യേകം ട്രീറ്റ്മെന്റുകൾ ജെറിയാട്രിക്സ് വിഭാഗത്തിൽ ഇവർക്ക് വേണ്ടിയുണ്ട്, അവർക്ക് എൽഡർലി അഡൽസിന് വേണ്ടിയിട്ടുണ്ട്. പിന്നെ ഡയബറ്റീസ്, ഷുഗർ പ്രോബ്ലംസ്, അതായത് നമ്മുടെ ബ്ലഡിൽ ഷുഗർ കണ്ടന്റ് കൂടുന്ന ഒരു അവസ്ഥ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡയബറ്റീസ് എന്ന് വിളിക്കുക. യൂഷ്വലി നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ, ഈവൻ നമ്മൾ കഴിക്കുന്ന റൈസ്, ചോറ്, അതുപോലെ ചായ കുടിക്കുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വീറ്റി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഷുഗർ ചെല്ലുന്നുണ്ട് അല്ലെ. പക്ഷെ ഈ ഷുഗർ ഇത് ഇങ്ങനെ കയറുമ്പോഴും നമ്മുടെ ശരീരത്തിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ, അത്രയും ഷുഗർ കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലെങ്കിലും അതിനെയൊക്കെ ഒരു പരിധി വരെ അതിനെയൊക്കെ അരിയിച്ച് കളയാനുള്ള ഇൻസുലിൻസ് നമ്മുടെ ശരീരത്തിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ബട്ട് അറ്റ് ഓൾഡ് ഏജ്, പക്ഷെ കുറച്ചുകൂടിയൊക്കെ പ്രായം കൂടി വരുമ്പോ ഇത്തരം ഇൻസുലിൻസിന്റെ പ്രൊഡക്ഷൻ കുറയും നമ്മളുടെ ശരീരത്തിന്. ഇൻസുലിൻ ആവശ്യത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പെടാത്ത അവസ്ഥയിലേക്ക് പോകും. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? നമ്മൾ കൂടുതൽ പ്രായം ചെല്ലുമ്പോൾ കുറച്ച് മധുരത്തിന്റെ അളവ് കുറയ്ക്കണം തന്നെയാണ്. ഓക്കെ, കാരണം അത്രയും മച്ച് ഇൻസുലിൻസ് ഈസ് നോട്ട് പ്രൊഡ്യൂസ്ഡ് ഇൻ അവർ ബോഡി. അത്രയും ഏജ് ആകുന്തോറും നമ്മളുടെ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കുറയും. അപ്പൊ എന്ത് പറ്റും? അങ്ങനെ വരുമ്പോ ആ ഷുഗർ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് കിട്ടുന്ന ഷുഗർ മുഴുവൻ നമ്മുടെ ബ്ലഡിലേക്കൊക്കെ അലിഞ്ഞു ചേരും, അബ്സോർബ് ചെയ്ത് പോകുന്നില്ല, അല്ലെങ്കിൽ ഇൻസുലിൻ കൊണ്ട് അത് റെസിസ്റ്റ് ചെയ്ത് പോകുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ബ്ലഡിൽ ഷുഗർ കണ്ടന്റ് കൂടും, അതിനെയാണ് നമ്മൾ ഡയബറ്റീസ് വിളിക്കുക. അപ്പൊ അത് കഴിയുമ്പോൾ അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് മെഡിസിൻസ് എടുക്കേണ്ടി വരിക, പുറത്തുനിന്ന് നമ്മൾ ഇൻസുലിൻ ഇൻജെക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരിക. ഓക്കെ, സ്വന്തമായിട്ട് ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, സോ ഇൻജെക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളുടെ എൻസൈമുകളാണ്, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും ഉണ്ടാകുന്ന ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസിനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന എൻസൈംസ് ആണ് പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഷുഗറിനെ എരിയിച്ച് കളയുക. അത് ആവശ്യത്തിനില്ലാതെ വരുമ്പോ, ഓൾഡ് ഏജ് വരുമ്പോൾ കുറച്ച് പ്രൊഡക്ഷൻ കുറയും, ഈ പറയുന്ന എല്ലാ സാധനങ്ങളുടെയും പ്രൊഡക്ഷൻ കുറയും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് പ്രായം കൂടുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ കട്ട് ഓഫ് ചെയ്യുന്നത്. നമ്മുടെ ഫുഡ് ഐറ്റംസിൽ നിന്നേ കുറെ കാര്യങ്ങൾ നമ്മൾ കുറച്ച് വരുന്നതാണ്. അല്ലെങ്കിൽ പണ്ട് കൊച്ചുകുട്ടികളൊക്കെ ആയിരുന്നപ്പോ നമ്മൾ എങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന മിഠായി ദൂരം വരുന്നത് അല്ലെ. പക്ഷെ ഇപ്പൊ നമുക്ക് കഴിക്കണം തോന്നിയാലും നമുക്ക് അധികം മധുരം കഴിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഓരോ ഈ സ്റ്റേജ് അനുസരിച്ച് നമ്മളതിന് മാറ്റങ്ങൾ കൊണ്ടുവരും. നമ്മൾ തന്നെ അത് മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ നമുക്ക് തന്നെ കുറച്ചുകൂടി നമുക്ക് നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി വർദ്ധിപ്പിക്കാൻ പറ്റും അല്ലെ. ആയുസ് നമുക്ക് തന്നെ കുറച്ച് കൂട്ടാൻ പറ്റും. പിന്നെ ആഫ്റ്റർ ഓൾ ഇറ്റ് ഓൾ ബിലോങ്സ് ടു ഗോഡ് അല്ലെ. ഇതൊക്കെ നമ്മൾ എത്ര തന്നെ ശ്രദ്ധിച്ചാലും എല്ലാം നിശ്ചയിക്കുന്ന ഒരാളുണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ? ലോക്കോമോട്ടോസ് പ്രോബ്ലംസ് ആണ്. ലോക്കോമോട്ടോസ് പ്രോബ്ലംസ് മീൻസ് ദ പ്രോബ്ലംസ് ടു മൂവ്, ഇത് ചലിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അതും പ്രായാധിക്യം കൊണ്ടുണ്ടാകും. അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങാൻ പറ്റുന്നില്ല, അനക്കാൻ പറ്റുന്നില്ല, കയ്യും കാലും പൊക്കാൻ പറ്റുന്നില്ല. പണ്ടൊക്കെ ഓടിച്ചാടി മരത്തിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു പണ്ട് കാലഘട്ടത്തിലൊക്കെ. പക്ഷെ ഇപ്പൊ എനിക്ക് പതുക്കൊന്ന് എന്താ പറയാ, ഒന്ന് മുറ്റത്തിറങ്ങി പതുക്കൊന്ന് നടക്കണമെന്നൊക്കെ ഉണ്ട്, അതുപോലും അനുഭവിക്കാൻ പറ്റുന്നില്ല. കാരണം മൂവ്മെന്റ് പ്രോബ്ലംസ്, ജോയിന്റുകളും മസിൽസിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പൊ അത്തരം മൂവ്മെന്റ് പ്രോബ്ലംസ് കുറെയൊക്കെ നമുക്ക് വിരലൊക്കെ അറിയാലോ, വയസ്സാകുമ്പോ പഴയതുപോലെ നമുക്ക് അത്ര ഫ്ലെക്സിബിൾ ആവില്ല, ഇതൊക്കെ സ്റ്റിഫ് ആയി പോകും.
അപ്പൊ അങ്ങനെ പിടിക്കാൻ ഗ്ലാസോ പാത്രമൊക്കെ പിടിക്കാൻ അവർക്ക് പ്രോപ്പറായിട്ട് അതിനുള്ള സ്ട്രെങ്ത് കിട്ടില്ല. അവരുടെ കഴിയുന്നതൊക്കെ താഴേക്ക് എന്താ പറയാ മറിഞ്ഞൊക്കെ വീഴും, പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ അത്തരം ലോക്കോമോട്ടോസ് പ്രോബ്ലംസും ഓൾഡ് ഏജ് കൊണ്ടുണ്ടാകുന്നതാണ്. സിങ്കോപ്പ് ആണ് അടുത്തത്. അതായത് അഡക്വേറ്റ് ആയിട്ടുള്ള ബ്ലഡിലേക്ക് നമ്മുടെ ബ്രെയിനിലേക്ക് ഓക്സിജൻ എത്താത്തത് കൊണ്ടുണ്ടാകുന്ന ഒരു ഫെയിന്റിങ് അവസ്ഥ, അതിനെയാണ് തലചുറ്റൽ. അതാണ് സിങ്കോപ്പ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ ഓക്സിജൻ എന്ത് ചെയ്യാ ആവശ്യത്തിന് ബ്രെയിനിലേക്ക് എത്തിച്ചേരാത്ത അവസ്ഥ, അതുകൊണ്ടാണ്. അപ്പൊ അത്തരം അവസ്ഥകൾക്ക് ഉണ്ടാകുന്ന ഒരു തലകറക്കം, അതിനെയാണ് സിങ്കോപ്പ് എന്ന് വിളിക്കുക. അതും പ്രായാധിക്യം കൊണ്ടുണ്ടാകും. പിന്നെ ബോൺ ഡിസീസസ്, അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ബലക്കുറവ്, വേദന, എല്ല് പൊടിയുക, അസ്ഥി എന്താ പറയാ പ്രശ്നങ്ങളൊക്കെ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവർക്ക് വരുന്നത്. ആർക്ക്? എൽഡർലി പീപ്പിള്. അവരുടെ കാരണം ഇതൊരു മനുഷ്യന്റെ ശരീരമാണല്ലോ. മനുഷ്യന്റെ ശരീരത്തെ നമുക്ക് ഒരു മെഷീനോട്, ഏതെങ്കിലും ഒരു മെഷീനോട് നമുക്ക് എന്താ പറയാ കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ മെഷീനിന്റെ അകത്തുള്ള ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ പരസ്പരം ലിങ്ക് ചെയ്തിട്ടൊക്കെ ആണ് പ്രോപ്പറായിട്ട് നമ്മളൊന്ന് ഫങ്ഷൻ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അതിനകത്തുള്ള ഏതെങ്കിലും അവയവങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കേടുപാടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യണം. അതിങ്ങനെ കുറെ നാളുകൾ ഓടിക്കൊണ്ടിരിക്കുമ്പോ, കൂടുതൽ നാളുകൾ ഉപയോഗിക്കുമ്പോ, ആ മെഷീൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിന് തേയ്മാനം വരുമല്ലോ തീർച്ചയായിട്ടും. അതിനെയാണ് നമ്മൾ ഓൾഡ് ഏജ് കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുക. അപ്പൊ അതാണ് നമ്മളുടെ ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് ഓൾസോ ദിസ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ്സ് നൗ സം കമ്മ്യൂണിറ്റി സർവീസസ്. ഇന്ന് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനല്ല, കുറച്ച് വേറെയും എന്താ പറയാ ചില സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വേറെ സേവനങ്ങൾ എന്ന് പറയുമ്പോൾ മൊബൈൽ തെറാപ്പി യൂണിറ്റുകള്, പാലിയേറ്റീവ് കെയർ യൂണിറ്റുകള്, ഇതൊക്കെ ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഡിപ്പാർട്ട്മെന്റ്. അത് നമ്മുടെ ഹോസ്പിറ്റൽസിനകത്ത് തന്നെ അവർ തന്നെ സജസ്റ്റ് ചെയ്യും ഇങ്ങോട്ടേക്ക്. കാരണം അത്തരം യൂണിറ്റ് ഇതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്. കാരണം ഇങ്ങനെ വരുന്ന രോഗികള്, ഇപ്പൊ കുറെ ആൾക്കാർ ഇങ്ങനെ എന്താ പറയാ വയസ്സായിട്ട് കുറെ പ്രായമുണ്ട്, ഒന്നും ചെയ്യാനില്ല, മരുന്നുകളും അല്ലെങ്കിൽ എന്ത് ട്രീറ്റ്മെന്റ് എന്ത് രോഗമാണോ അതിനൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇഫ് ഇറ്റ് ഈസ് നോ യൂസ്, കാരണം കുറെ പ്രായമൊക്കെ ആയിട്ടുണ്ട്, ഒത്തിരി ട്രീറ്റ്മെന്റുകളുടെ എന്തോ ഒരു വിശ്വാസമോ അല്ലെങ്കിൽ ഒരു ജീവൻ മാത്രം അവിടെ ബാക്കി നിൽക്കുന്നുള്ളൂ, ബാക്കി എല്ലാ ആക്ടിവിറ്റീസും അവര് ഒന്നും ചെയ്യുന്നില്ല, എല്ലാം ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. പക്ഷെ അവരുടെ ജീവൻ നിൽക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ചില പ്രത്യേക കെയറിങ് കൊടുക്കേണ്ടി വരും. അപ്പൊ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇത്തരം ആളുകളെ മാറ്റുന്ന ചില യൂണിറ്റുകളുണ്ട്, പാലിയേറ്റീവ് കെയർ യൂണിറ്റ് പോലത്തെ. എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ആളുകൾ, രോഗികൾ ബെഡ് റിഡൻ ആണ്, മൊത്തം കിടപ്പിലാണ്, അവരൊക്കെ തിരിച്ചു കിടത്തണം, മറിച്ചു കിടത്തണം, അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിലും സ്വന്തമായിട്ട് അവർക്ക് പറ്റുന്നില്ലല്ലോ. അപ്പൊ ഇതൊക്കെ ചെയ്തും അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള ഫെസിലിറ്റീസ്, എക്യുപ്മെന്റുകളൊക്കെ ഇത്തരം പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സിൽ ഉണ്ടായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ടർ ബെഡുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെ? അപ്പൊ അത്തരം ഫെസിലിറ്റീസ് ഇപ്പൊ നമ്മുടെ വീടുകളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ അങ്ങനെയൊക്കെ കിടത്തി കഴിഞ്ഞാൽ, ബെഡ് റിഡൻ ആയതുകൊണ്ട് കുറെ ദിവസം കിടക്കുമ്പോൾ നമുക്കറിയാം അവരുടെ മേല് അല്ലെ സ്കിന്നൊക്കെ പൊട്ടാൻ തുടങ്ങും. പൊട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ ആണ് പിന്നെ അത്, അല്ലെ? അപ്പൊ അത് അവിടെ നിന്ന് തുടങ്ങി പിന്നെ ഭയങ്കര മോശം സ്റ്റേജസിലേക്കൊക്കെ പോകും. ഈ കിടക്കുന്ന ആള് സംസാരിക്കും ഇതൊക്കെ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും പെയിനൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകും. അപ്പൊ ഇത് മനുഷ്യനല്ലേ. അപ്പൊ അത്തരം കാര്യങ്ങൾക്കൊക്കെ ഉള്ള ചില ഫെസിലിറ്റീസ് നമുക്ക് ഈ പറയുന്ന പാലിയേറ്റീവ് കെയറിലൊക്കെ കിട്ടും. അതുപോലെ തന്നെ മൊബൈൽ തെറാപ്പി യൂണിറ്റുകളും ഉണ്ട് ഇന്ന് ഈ ജെറിയാട്രിക്സ് വിഭാഗമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. കാരണം വീടുകളിൽ പോയിട്ട് ഇത്തരം കിടപ്പിലായ രോഗികൾക്ക് തെറാപ്പീസ് കൊടുക്കുക. കിട്ടിയോ? മനസ്സിലായോ? അപ്പൊ അതും കൂടി ഈ ജെറിയാട്രിക്സ് വിഭാഗത്തോട് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിനോട് കണക്റ്റഡ് ആണ്. അപ്പൊ എൽഡർലി പീപ്പിളിന് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റി കെയർ കൊടുക്കാനുള്ള, പേഷ്യന്റ് കെയർ കൊടുക്കാനുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ജെറിയാട്രിക്സ്. എന്തൊക്കെ ഇൽനെസ്സുകളാണ് ഇവിടെ ട്രീറ്റ് ചെയ്യണമെന്ന് ഓർക്കുക: സ്ട്രോക്ക്, ഗ്യാസ്ട്രോഎൻട്രോളജി, ഡയബറ്റിക്സ്, ലോക്കോമോട്ടോസ് പ്രോബ്ലംസ്, സിങ്കോപ്പ് ആൻഡ് ബോൺ ഡിസീസസ്. ഇനി ഇത് ക്ലോസ്ലി ഏതിനോടൊക്കെയോ കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇതിനോട് കണക്ട് ചെയ്ത് പ്രവർത്തിക്കുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്: മൊബൈൽ തെറാപ്പി യൂണിറ്റ്സ്, പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ്. ക്ലിയർ ആയോ? എന്താണ് ജെറിയാട്രിക്സ് എന്ന് മനസ്സിലായോ? ഇല്ലേ? പോയാ ഉറങ്ങിപ്പോയാ? അല്ലെങ്കിൽ എല്ലാരും ഓക്കെ, ക്ലിയർ ആയി. സോ നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം കേട്ടോ. ജനറൽ മെഡിസിൻ. ക്ലിയർ ആണല്ലോ? ഉറങ്ങിയില്ലല്ലോ ആരും? നമ്മളുടെ ഈ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി ലാഗ് ചെയ്താൽ നമ്മൾ മൂവ് ചെയ്യണേ. ചില ടീച്ചേഴ്സിന്റെ ഒക്കെ നിങ്ങൾ വിചാരിക്കും ഒരു ടീച്ചർ വന്നപ്പോ തുടങ്ങി ഒരു ചാപ്റ്റർ എടുത്തോണ്ടിരിക്കുന്ന ആൾ ഇതുവരെ തീർന്നില്ലേന്ന്. നമ്മൾ ആഫ്റ്റർ ഓൾ നമുക്ക് എന്താ പറയാ ഈ ഒരു ചാപ്റ്റർ തന്നെ എടുക്കണമെങ്കിലും പക്ഷെ അതിനകത്ത് കുറെ കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്ത് പറയാനുള്ളതും
അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് പറയുമ്പോൾ ചില എക്സാമ്പിൾസിലേക്കും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതുകൊണ്ട് എത്രയും വൈഡായി പോകണം. വലിയ ചാപ്റ്ററായി പോയി തന്നതൊക്കെ. ഓക്കെ, അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവുകയാണ്. ജനറൽ മെഡിസിൻ ആണ്. ജനറൽ മെഡിസിൻ അല്ലെങ്കിൽ ഇന്റേണൽ മെഡിസിൻ എന്നൊക്കെ ഇതിന് പേരുണ്ട്. ഇവിടെ സാധാരണയായിട്ട് പ്രിവെൻഷൻ, ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ഫോർ ദ അഡൽട്ട് ഡിസീസസ്. പ്രായപൂർത്തിയായവർക്ക്, തൊട്ട് മുമ്പേ പഠിച്ചത് പ്രായം ചെന്നവർക്കാണ്, എന്ന് വെച്ചാൽ ഒരു 70 above ഒക്കെ, 70+ ഒക്കെ നമുക്ക് പറയാം. ഇത് അഡൽട്ട് ആണ്, 18+. അപ്പൊ 18+ കഴിഞ്ഞിട്ട് അപ് ടു ദ ഏജ് എവിടെ വരെയെങ്കിലും വേണമെങ്കിൽ ആകാം. ഹെൽത്തി ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ മറ്റൊരു പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ ജെറിയാട്രിക്സിൽ പോകണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നമുക്ക് ജനറൽ മെഡിസിൻസ് ഉപയോഗിച്ചാലും മതി. അപ്പൊ ഇന്റേണൽ മെഡിസിൻ, അകത്തേക്ക് കൊടുക്കുന്ന മെഡിസിൻ ആണ് ജനറൽ മെഡിസിൻ എന്നൊക്കെ പറയാം. ഇത് സാധാരണ അഡൽട്ട്സിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുക, അതിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ജനറൽ മെഡിസിൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി. ഇനി അത് ഹാൻഡിൽ ചെയ്യുന്നത് ഒരു ജനറൽ പ്രാക്ടീഷണർ ആണ്, ഹു ഈസ് നോട്ട് സ്പെഷ്യലൈസ്ഡ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ ഓഫ് മെഡിസിൻ. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം എടുത്തു പഠിച്ച് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ സ്പെഷ്യലൈസ് ചെയ്ത വ്യക്തികളല്ല ഈ പറയുന്ന ജനറൽ പ്രാക്ടീഷണർ. അദ്ദേഹം ഒരു ഫിസിഷ്യൻ ആയിരുന്നു. ഹി ഓർ ഷീ മേ ബി എ ഫിസിഷ്യൻ. അതായത് ഇവർക്ക് സ്പെഷ്യലൈസ്ഡ് ഫീൽഡിലാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഹാർട്ടിന്റെ ബന്ധപ്പെട്ട സ്പെഷ്യലൈസ്ഡ് ഫീൽഡാണ്. ഹാർട്ടിനെ കുറിച്ച് മാത്രം പഠിച്ച് അതിന് വരുന്ന ഡിസീസസിനെ കുറിച്ച് പഠിച്ച് അതിന്റെ രോഗങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിന് ട്രീറ്റ്മെന്റ് കൊടുത്ത് അതിന് വരാതിരിക്കാൻ തടയാനൊക്കെ ഉള്ള കാര്യങ്ങൾ പഠിച്ച ആളുകളെ നമ്മൾ കാർഡിയോളജിസ്റ്റ് എന്ന് വിളിക്കും. ഹു വിൽ ഹാൻഡിൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. കാർഡിയോളജിസ്റ്റുകളാണ് അവര് ഹാൻഡിൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് കാർഡിയോളജി. അപ്പൊ അവര് സ്പെഷ്യലൈസ്ഡ് ആണ്. ആ ഹാർട്ടിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്കാണ് അവർക്ക് കൂടുതൽ അറിവുള്ളൂ, അല്ലെ? ഹാർട്ടിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ. ഇന്ന് അങ്ങനെയാണ്. പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് കാര്യങ്ങളെ കുറിച്ചൊന്നും വലിയ ജ്ഞാനമൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ എന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങൾ, ഇപ്പൊ നമ്മുടെ ബോഡിയിൽ ഏത് പാർട്സ് ഒക്കെ ഉണ്ടോ ഇതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠനങ്ങളും ഉണ്ട്. പണ്ടൊക്കെ +2 കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞാൽ അതേ ഇങ്ങോട്ട് ഇത് വേണം, നിങ്ങൾ ഗ്രൂപ്പിലേക്ക് പോകണം, സയൻസ് ഗ്രൂപ്പ് വേണോ, കൊമേഴ്സ് ഗ്രൂപ്പ് വേണോ, അല്ലെങ്കിൽ മാത്സ് വേണോ, ഹ്യൂമാനിറ്റീസ് വേണോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചോദിക്കും. അപ്പൊ അതെ ഒരാൾ പോയി അതിന്റെ പിന്നാലെ അങ്ങോട്ട് പോയി, എല്ലാവരും അതിനകത്ത്, അല്ലെ? എന്റെ കൂട്ടുകാരി അങ്ങോട്ട് പോയി, കൂട്ടുകാരൻ അങ്ങോട്ട് പോയി, അതുകൊണ്ട് അങ്ങോട്ട്. പക്ഷെ ഇന്നത്തെ പിള്ളേർ അങ്ങനെയല്ല. ഇന്ന് അവര് ഭയങ്കര ബ്രില്യന്റ് ആണ് അത്തരം കാര്യങ്ങളില്. അവർക്ക് ചോയ്സ് ഉണ്ട്, അവരുടെ മുമ്പിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഓപ്പൺ ആണ്. അതോടൊപ്പം തന്നെ they can choose. ഇതിൽ നിന്നൊക്കെ അവർക്ക് ചൂസ് ചെയ്യാം. അതിനവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒത്തിരി സോഷ്യൽ മീഡിയാസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പിള്ളേര് ഭാഗ്യവാന്മാരാണെന്ന് നമുക്ക് പറയാം. പക്ഷെ അവർ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം. അതാണ് മറ്റൊരു കാര്യം, അല്ലെ? അന്ന് നമുക്ക് സാഹചര്യങ്ങളും സാധ്യതകളും പറഞ്ഞു തരാനും ആളുകളില്ലായിരുന്നു. പക്ഷെ ഒത്തിരി നല്ല അറിവ്, അല്ലെ? പണ്ടത്തെ ആ ഒരു എഡ്യൂക്കേഷൻ രീതിയും ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ രീതിയും നമ്മൾ കമ്പയർ ചെയ്ത് ഒരുപാട് വ്യത്യാസമുണ്ട്. ആ ബുക്കിൽ ഉള്ളത് ഒക്കെ തന്നെ എന്താണെന്ന് കുട്ടികൾ അറിയുന്നില്ല. ക്ലാസ്സിൽ എടുക്കുന്നു, ടീച്ചർ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നു, അത് കേട്ടുകൊണ്ടുള്ള പഠനം തന്നെയാണ് കൂടുതലും. അതുപോലെ ട്യൂഷൻ ക്ലാസ്സിലാണെങ്കിൽ അവിടെയും ചെന്ന് ഇതൊക്കെ പറയുന്നു, കേൾക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഓർത്തെടുത്ത് പരീക്ഷയ്ക്ക് പോയി എന്തെങ്കിലും എഴുതിക്കും. ഒരു 100 കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ ഒരു 5 or 10 കുട്ടികൾ വേണമെങ്കിൽ വീട്ടിൽ പോയിട്ട് അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നവരെ കാണാം, അല്ലെ? പക്ഷെ പണ്ടങ്ങനെയല്ല. പണ്ട് എല്ലാവരും അങ്ങനെ ചെയ്തിരുന്നത്. എന്ത് 50 കുട്ടികൾ ക്ലാസ്സിലുണ്ടെങ്കിൽ 50 പേര് വീട്ടിൽ ചെന്നിരുന്ന് നമുക്ക് തന്നിരിക്കുന്ന ഹോംവർക്ക്സ് ചെയ്യുന്നു, ബുക്കുകൾ പഠിക്കുന്നു. അല്ലെങ്കിൽ ടീച്ചർ പിറ്റേ ദിവസം ചെല്ലുമ്പോൾ സ്ക്രൂ, ടീച്ചറുടെ പിച്ച്, മാന്ത്, അടി, ചൂരല് ഇതൊക്കെ പേടിച്ചിട്ടാ. ബുക്കൊക്കെ ചിലപ്പോ വായുവിൽ ഇങ്ങനെ പറന്ന് കളിക്കും. ടീച്ചർക്ക് ദേഷ്യം വന്നല്ലേ, ഹോംവർക്കൊക്കെ ചെക്ക് ചെയ്യുമ്പേ എഴുതിയിട്ടില്ലെങ്കിൽ ചെയ്തിട്ടില്ല, എന്നാലും ടീച്ചേഴ്സിനെ കാണുമ്പോൾ നമ്മളിങ്ങനെ ഭയഭക്തി ബഹുമാനത്തോടെ ഒരു സൗണ്ട് പോലും പുറത്തേക്കാതെയൊക്കെയാണ് നമ്മൾ അവരുടെ ഫേസ് ചെയ്തിരുന്നത്. ഇപ്പോഴത്തെ പിള്ളേർക്ക് എവിടെ പേടി? ടീച്ചറിനെയും പോയിട്ട് ആരെയും പേടിയില്ല. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് അവർക്ക് ചോയ്സസ് അധികമുണ്ട്. അപ്പൊ ഓരോ കോൺസെൻട്രേറ്റ് ചെയ്തവർക്ക് ഓരോ മേഖലയിലും അല്ലെങ്കിൽ ശരീരത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളുണ്ടോ അതിനെ കുറിച്ചൊക്കെ പഠനങ്ങൾ സെപ്പറേറ്റ് പഠിക്കാം. ഇന്ന് ഇപ്പൊ നഴ്സിംഗ് തന്നെ നമ്മളെടുത്ത് നോക്കി കഴിഞ്ഞാൽ പണ്ടൊക്കെ നഴ്സിംഗ്, BSc നഴ്സിംഗ്, +2 കഴിഞ്ഞ് സയൻസ് ആണെങ്കിൽ BSc നഴ്സിംഗിന്റെ പിന്നാലെ എല്ലാവരും നഴ്സിംഗ് പറയും. ഇന്ന് അങ്ങനെയല്ല. നഴ്സിംഗ് പോലെ തന്നെ അല്ലാതെ നഴ്സിംഗ് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് എല്ലാവരെയും ശുശ്രൂഷിക്കുന്നതാണല്ലോ. എന്നാൽ ഏതെങ്കിലും പർട്ടിക്കുലർ വിഭാഗത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നവരുണ്ട്. അതിന്റെ തൊട്ടടിയിലത്തെ ഗ്യാസ്ട്രോഎൻട്രോളജി വരുമ്പോൾ അത് നമുക്ക് പറയേണ്ട കാര്യമാണ്. എന്താണെന്നറിയോ? ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഫീൽഡിൽ കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. എന്നും ഇന്ന് നഴ്സിംഗിനകത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഉദാഹരണം അനസ്തേഷ്യ കൊടുക്കുന്നത്, പിന്നെന്താ പറയാ, നമുക്ക് പല ഇൻവെസ്റ്റിഗേഷൻസ് നടത്തി അതിനെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അതിന് റിസൾട്ട് കൊടുക്കുന്നത്, അതിലൊക്കെ. പിന്നെന്താ പറയാ നമ്മളുടെ ഈ കാർഡിയാക്കുമായി ബന്ധപ്പെട്ട്, ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഹാർട്ടിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള
ഒരു മേഖലയുണ്ട്. ഹാർട്ട് പ്രോബ്ലംസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ടെക്നിക്കൽ മെഷീൻസ് ഒക്കെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ടെക്നോളജി വിഭാഗം അതിനു വേണ്ടി മാത്രമുള്ളതാണ്. ഹാർട്ടിന്റെ പഠിച്ചു കഴിഞ്ഞാൽ കാർഡിയോളജിസ്റ്റ് മാത്രമാകാനുള്ളതല്ല, ടെക്നീഷ്യൻസ് ആകാം. അപ്പൊ ഇതൊക്കെ കുട്ടികൾക്ക് ഇന്ന് അറിയാം എങ്ങനെയൊക്കെയാണ്, ഇതെവിടേക്കാണ് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുക, എനിക്ക് കൂടുതൽ ആപ്റ്റ് ആകുന്നത് ഏതാണ്. അപ്പൊ ചോയ്സസ് ഉണ്ട്. അപ്പൊ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് മേഖലയിൽ അല്ലാതെ കോമൺ ആയിട്ട് MBBS വിത്ത് MD, അതാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ. MBBS വിത്ത് MD എടുത്തിരിക്കുന്ന ഡോക്ടേഴ്സ്, അതായത് അവര് സാധാരണ ഫിസിഷ്യൻസ് ആണ്. അവർ ഒന്നിലും സ്പെഷ്യലൈസ് ചെയ്തെടുത്ത് പഠിച്ചിട്ടില്ല. ഹാർട്ടിനെ കുറിച്ചോ മാത്രമായിട്ട് പഠിച്ചോ ഇല്ല, അല്ലെങ്കിൽ ഓർത്തോ അത് മാത്രം പഠിച്ചോ ഇല്ല, ഓഫ്താൽമോളജി കണ്ണിന്റുമായിട്ട് ബന്ധമായിട്ട് പഠിച്ചോ ഇല്ല. അപ്പൊ അങ്ങനെയല്ലാതെ എല്ലാം കൂടി ഒരു MBBS എടുത്തു വിത്ത് MD ആണെങ്കിൽ യൂഷ്വലി ജനറൽ മെഡിസിൻ ഹാൻഡിൽ ചെയ്യുന്നവർ ഇവരായിരിക്കും. അവരെ നമ്മൾ ജനറൽ പ്രാക്ടീഷണർ എന്നാണ് വിളിക്കുക. ഇവര് സാധാരണ വാട്ട് ആർ തിങ്സ് ആർ ഡൺ ബൈ, ഇവര് റുട്ടീൻ ഹെൽത്ത് കെയറുകളാണ് നോക്കുന്നത്. അതായത് ഫിസിക്കൽ എക്സാമിനേഷൻ, ശരീരത്തിൽ ഇങ്ങനെ പരിശോധിക്കുന്നു, ഇപ്പൊ പനി ചുമയൊക്കെ ആയിട്ട് വരുമ്പോൾ പരിശോധന, ഇമ്മ്യൂണൈസേഷൻസ് കൊടുക്കുന്നു, റെസിസ്റ്റ് ചെയ്യാനുള്ള കുത്തിവയ്പ്പുകൾ നടത്താം. പിന്നെ പലതരത്തിലുള്ള കണ്ടീഷൻസ്, പല ഇഞ്ചുറീസ് അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇൽനെസ് ഒക്കെ ഇവര് പരിശോധിച്ച് നോക്കി മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെയുള്ള വിഭാഗമാണ് ജനറൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ GP എന്ന് നമുക്ക് അവരെ ഷോർട്ടായിട്ട് വിളിക്കാം. അവരെയാണ് നമ്മൾ ഫിസിഷ്യൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. നമ്മൾ സാധാരണ അങ്ങനെ വിളിക്കാം. നമ്മൾ ജനറൽ പ്രാക്ടീഷണർ എന്ന് പറയുന്ന വാക്കല്ല ഉപയോഗിക്കുക. ഫിസിഷ്യനെ കണ്ടാൽ മതി. നമുക്കിപ്പോ ഏതെങ്കിലും അസുഖമായിട്ട് ചെല്ലുമ്പോ അയ്യോ എന്തിന്റെ സ്പെഷ്യലിസ്റ്റിനെയൊക്കെയാണോ കാണണ്ടേ, അവര് ഇന്ന് അവൈലബിൾ അല്ലല്ലോ, അല്ല കുഴപ്പമില്ല എനിക്ക് പനിയൊക്കെയാണ്, സോ ഫിസിഷ്യനെ കണ്ടാലും മതി. ഇപ്പൊ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട അസുഖമല്ല, ENT കാണിക്കേണ്ട അങ്ങനത്തെ പ്രോബ്ലം അല്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് കൺസൾട്ട് ചെയ്യേണ്ടത് ഒരു ഫിസിഷ്യനെയാണ്. GP ജനറൽ പ്രാക്ടീഷണർ എന്നാണ് വിളിക്കുക. ക്വാളിഫിക്കേഷൻ മറക്കണ്ട, MBBS വിത്ത് MD. ഇവരുടെ ഒപ്പം ഈ MBBS MD എടുത്തിട്ട് ഇനി അതിന്റെ ഒപ്പം തന്നെ ഒരു എന്താ പറയാ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഫീൽഡിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ അവിടെ കൊടുക്കും കാർഡിയോളജിസ്റ്റ് എന്നും കൂടി ഇട്ടിട്ടുണ്ടാകും, അല്ലെ ഓഫ്താൽമോളജിസ്റ്റ് എന്നിട്ടിട്ടുണ്ടാകും, ഓർത്തോപെഡിക്സ് എന്നിട്ടിട്ടുണ്ടാകും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് വരിക. അപ്പൊ ജനറൽ മെഡിസിൻ എന്ന് പറയുന്നത് ഇതാണ്. ഇന്റേണൽ മെഡിസിൻ എന്നും അതിന് പേരുണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ? ഉണ്ടതില്ലല്ലോ, പോയാ? ഇപ്പുറത്ത് സോറി, ഞാൻ ഇപ്പുറത്തുള്ളവരും ആരെങ്കിലും ഒന്ന് റിയാക്ട് ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കണം. ഇപ്പുറത്ത് കുറെ പേരൊക്കെ തമ്മിടുന്നുണ്ട്, പക്ഷെ അത് ഈ നോട്ട് ഇവിടെ പ്രസന്റ് ചെയ്തേക്കൊണ്ട് എനിക്ക് വിസിബിൾ അല്ല. അതുകൊണ്ടാണ് ഇപ്പുറത്ത് ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നോക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പുറത്ത് നടക്കുന്നവർ ഉറങ്ങിപ്പോയോ എന്ന് അറിയാനാ. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോയാലോ? ക്ലിയർ ആണ്, വെരി ഗുഡ്. അപ്പൊ അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. അടുത്തത് ഏതാ? ഗ്യാസ്ട്രോ എൻട്രോളജി. ഗ്യാസ്ട്രോ എൻട്രോളജി ഡീൽസ് വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് അവർ അബ്ഡോമിനൽ മെഡിസിൻ. അബ്ഡോമിനൽ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസ് അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈൻ റിലേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസിന് വേണ്ടിയുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറയുന്നത്. അബ്ഡോമിനൽ എന്ന് പറയുമ്പോൾ വയറിനകത്ത് ലാർജ് ഇൻറ്റസ്റ്റൈൻ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഏതൊക്കെ ഭാഗങ്ങളാണ് ഈ എന്താ പറയുക ഗ്യാസ്ട്രോ എൻട്രോളജിയിൽ അഫക്ട് ചെയ്യുന്ന രോഗങ്ങൾ ഏതിനൊക്കെയാണ് നോക്കിയേ? ഈസോഫാഗസ്, സ്റ്റൊമക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, ലിവർ, പാൻക്രിയാസ്, ഗാൾ ബ്ലാഡർ, അല്ലെ? ഇതൊക്കെയാണ്. പിന്നെ കോളൻ ആൻഡ് റെക്ടം. ഇതൊക്കെ നമ്മളുടെ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിലുള്ളതാണ്. ഏത് ഡിപ്പാർട്ട്മെന്റില? ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് അതിന് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്താണ് ഈസോഫാഗസ്? ഈസോഫാഗസ് എന്താ? ഈസോഫാഗസ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഗ്യാസ്ട്രോ എൻട്രോളജിയിൽ ഈസോഫാഗസ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ഈസോഫാഗസ് എന്ന് പറയുന്നത് നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മുടെ ദഹന പ്രക്രിയയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്ന ഒരു ഭാഗമാണ് ഈസോഫാഗസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ലോങ് ട്യൂബ് വിച്ച് ഇസ് കണക്റ്റഡ് ഫ്രം അവർ ത്രോട്ട് ടു സ്റ്റൊമക്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ വായിലേക്കാണ് വെച്ച് കഴിക്കുന്നത്, അതല്ലേ? അത് നമ്മൾ ച്യൂ ചെയ്ത് അത് ഒരു എന്താ പറയുക വേറൊരു കൺസിസ്റ്റൻസിയിലായി അതിങ്ങനെ പോകും. അത് പോകണമെങ്കിൽ ഒരു ട്യൂബ് എന്തെങ്കിലും വേണമെങ്കിൽ ഒരു കുഴല്, അല്ലെ? ആ കുഴലാണ്, ആ ഒരു ട്യൂബാണ് ഈസോഫാഗസ് എന്ന് പറഞ്ഞാൽ. അത് നമ്മുടെ തൊണ്ടയിൽ നിന്ന് തുടങ്ങി അതിങ്ങനെ കണക്ട് ചെയ്ത് സ്റ്റൊമക്കിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടേക്ക് റീച്ച് ചെയ്യണ്ടേ? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ പല രൂപത്തിലായി അത് മാറി നമ്മുടെ സ്റ്റൊമക്കിലേക്ക് റീച്ച് ചെയ്യും. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ട്യൂബിനെയാണ് നമ്മൾ ഈസോഫാഗസ്, ലോങ് ട്യൂബ് കേട്ടോ. പിന്നെ സ്റ്റൊമക്ക്, വയറിനകത്തുള്ള പ്രശ്നങ്ങള്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ, എന്താ? ചെറുകുടൽ. ലാർജ് ഇൻറ്റസ്റ്റൈൻ, അതെന്താ? വൻകുടൽ. ആ ലാർജ് ഇൻറ്റസ്റ്റൈനിന് ഒരു പേരാണ്, മറ്റൊരു പേര് അവിടെ പറഞ്ഞേക്കുന്നതാണ് കോളൻ.
പിന്നെ ലിവർ, പാൻക്രിയാസ്, നേരത്തെ പറഞ്ഞു നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ് ബി ബ്രേക്ക് ഡൗൺ അല്ലെ, ഇതൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ശരീരത്തിന് ആവശ്യമുള്ളത് എടുക്കണം, ബാക്കിയുള്ളത് വേണ്ടാതെ കളയണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഏത്, പാൻക്രിയാസ്, ലിവർ പാൻക്രിയാസ് എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയാ, ഗാൾ ബ്ലാഡർ ഉണ്ട്. ഗാൾ ബ്ലാഡർ എന്ന് പറയുന്ന ഒരു നമ്മുടെ ഈ ലിവറിന്റെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സാക്കാണ്. പല സാധനങ്ങളൊക്കെ ചിലപ്പോൾ വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് വീഴാനുള്ള ഒരു അറ പോലത്തെ ഒരു സാധനമാണ് ഗാൾ ബ്ലാഡർ എന്ന് പറയുന്നത്. പിന്നെ കോളൻ ആൻഡ് റെക്റ്റം. കോളൻ എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞത് തന്നെ അത് ലാർജ് ഇൻറ്റെസ്റ്റൈൻ തന്നെയാണ്. പിന്നെ എന്താ റെക്റ്റം എന്ന് പറയുന്നത് ആ ലാർജ് ഇൻറ്റെസ്റ്റൈനിന്റെ അറ്റത്തെ ഭാഗം, അതിന്റെ എൻഡ് പാർട്ടാണ്. എൻഡ് പാർട്ട് ഓഫ് ലാർജ് ഇൻറ്റെസ്റ്റൈൻ ഇസ് കോൾഡ് റെക്റ്റം. അപ്പൊ ഈ പറയുന്ന സംഭവത്തിലൊക്കെ ഉണ്ടാകുന്ന ഡിസീസസിനെ കണ്ടെത്തുകയും അതിന് ഡയഗ്നോസിസ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് എല്ലാം മരുന്ന് മെഡിസിൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഗ്യാസ്ട്രോ എൻട്രോളജി. അപ്പൊ ഇതിനെയൊക്കെ ബാധിക്കുന്നതാണ് ഓർക്കണം, ഈസോഫാഗസ്, സ്റ്റൊമക്, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ലാർജ് ഇൻറ്റെസ്റ്റൈൻ ഓർ കോളൻ, ലിവർ, പാൻക്രിയാസ്, ഗാൾ ബ്ലാഡർ, കോളൻ ആൻഡ് റെക്റ്റം. ഗാൾ ബ്ലാഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സാക്ക് അണ്ടർ അവർ ലിവർ. അണ്ടർ ലിവറിന്റെ ഭാഗത്തിന്റെ അടിയിലായിട്ട് ഒരു സാക്ക് പോലത്തെ ഒരു അറയാണ്. എന്തെങ്കിലും സാധനങ്ങളൊക്കെ ചിലപ്പോൾ സ്റ്റോർ ചെയ്യുന്ന സാധനമായിരിക്കാം, അതാണ്. പിന്നെ ഇതിനകത്ത് അതന്നെ സഞ്ചി, സഞ്ചി, അതന്നെ ഗാൾ ബ്ലാഡർ, അതിനെ അങ്ങനെയും പറയാം. നമ്മള് കഴിക്കുന്ന ആഹാരത്തിൽ നിന്നൊക്കെ വേണ്ട ഈസോഫാഗസ് ഒരു ലോങ് ട്യൂബ്, തൊണ്ടേന്ന് സ്റ്റൊമക്കിലേക്ക് നമ്മളുടെ ആഹാരം കഴിക്കുന്നത് ഇങ്ങനെ എത്തിക്കാനുള്ള ഒരു കുഴൽ. ഇതിനകത്താണ് നമ്മള് ഇത്തരം സാധനത്തിലൊക്കെ അസുഖങ്ങളുണ്ടോ, വൈയായികങ്ങളുണ്ടോ ഒക്കെ എങ്ങനെ ഹൗ ക്യാൻ വി അണ്ടർസ്റ്റാൻഡ് ഇറ്റ്? ഇറ്റ് ഈസ് ഡൺ ത്രൂ ദ പ്രോസസ് ഓഫ് എൻഡോസ്കോപ്പി. ഇവിടെയാണ് നമ്മള് വയറിനകത്തുള്ള പ്രശ്നങ്ങളൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ്. അതിനെ പറയുന്ന പേരാണ് ഇത് എൻഡോസ്കോപ്പി. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇവിടെ നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇൻ ദിസ് gastroenterology department, special nurses are often posted because they have to perform a wide range of bowel investigations. ഇവിടെ ചില സ്പെഷ്യൽ നേഴ്സസിനെ സാധാ നഴ്സിംഗ് മാത്രം പഠിച്ചവരല്ല ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പോസ്റ്റ് ചെയ്യുന്നത്. കാരണം എൻഡോസ്കോപ്പി ചെയ്യണം. അപ്പൊ അവർക്ക് ഒരുപാട് ബോവൽ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യാനുണ്ടായിരിക്കും. ബോവൽ ഇൻവെസ്റ്റിഗേഷൻ വയറ് സംബന്ധമായ ചില കണ്ടുപിടുത്തങ്ങൾ. അപ്പൊ ഇവര് ടെസ്റ്റ് ഈ പറയുന്ന എൻഡോസ്കോപ്പി നോക്കി ചെയ്തു. എൻഡോസ്കോപ്പി നോക്കിയിട്ടാണല്ലോ ആളുകളുടെ വയറിനകത്തുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിക്കുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ചില അറിവുകൾ ഇങ്ങനെയുള്ള സ്പെഷ്യൽ നേഴ്സസിനെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അവർ അങ്ങനെയുള്ള കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചവരായിരിക്കാം. ഓക്കെ, ഇപ്പൊ ഈ പാരാമെഡിക്കൽ കോഴ്സസിൽ ഒരുപാടുണ്ട്. നമ്മൾ വിചാരിക്കും നേരെ എന്താ പറയാ +2 കഴിഞ്ഞു അങ്ങോട്ട് വേഗം എൻട്രൻസ് ചെയ്ത് അങ്ങോട്ട് BBS അങ്ങോട്ട് എടുക്കുക, BSc കഴിഞ്ഞു അല്ലെങ്കിൽ +2 സയൻസ് എടുത്തു വേഗം പോയി അങ്ങോട്ട് നേഴ്സ് ആവുക. ഇത് മാത്രമൊന്നല്ല ചോയ്സസ്, ഒരുപാട് ഒത്തിരി മേഖലകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഡൈവേർട്ട് ചെയ്ത് പോകാനുള്ള ചാൻസസ് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ സ്പെഷ്യലൈസ് ചെയ്തെടുക്കുന്ന ഫീൽഡാണ്. അപ്പൊ അവര് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളത് ഇത്തരം ബോവൽ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യാൻ അവർക്ക് കേപ്പബിലിറ്റി ഉണ്ട്. എല്ലാവർക്കും ഒന്നും ഉണ്ടാവണമെന്നില്ല. സാധാരണ നഴ്സിനോട് വിളിച്ചിട്ട് അവിടെ കൊണ്ടുപോയി എന്റെ ഗ്യാസ്ട്രോഎൻട്രോളജിയിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്തിട്ട് അവരോട് പറയാനുള്ളത് എൻഡോസ്കോപ്പി ചെയ്ത് ആ ബോവൽ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്ത് അതിന്റെ റിസൾട്ട് നിങ്ങൾ താട്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമല്ലോ, നടക്കില്ല. അപ്പൊ അവർ അതിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളവരാണ്. ഓക്കെ, അപ്പൊ അതിന് പ്രത്യേകം പരിശീലനവും പഠനവും തിയററ്റിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ടും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചവരാണ് ആ ഒരു വിഭാഗം നഴ്സസ്. അതുകൊണ്ടാണ് അത്തരം സ്പെഷ്യൽ നഴ്സസ് ഷുഡ് ബി പോസ്റ്റഡ് ഇൻ ദിസ് gastroenterology ഡിപ്പാർട്ട്മെന്റ് ടു മേക്ക് ബോവൽ ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? യെസ്. ആൻഡ് ഒരു കുഞ്ഞു ഡിപ്പാർട്ട്മെന്റ് അവിടെ പറയുന്നുണ്ട്. അത് ഇച്ചിരി എന്താ പറയാ ഹെഡിങ് എഴുതാൻ വലിപ്പം മാറിപ്പോയതായിരിക്കാം. ഹെപ്പറ്റോളജി ആണ് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. അതുകൂടി പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതാനുണ്ട് കേട്ടോ. ഹെപ്പറ്റോളജി ഒറ്റ സെന്റൻസേ ഉള്ളൂ. It is the super specialty which deals with the diagnosis and management of patients who are suffering from the disorders of liver. ലിവർ സംബന്ധമായിട്ടുള്ള അല്ലെ കരൾ സംബന്ധമായിട്ടുള്ള എന്താ പറയാ ക്രമക്കേടുകൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഡിസീസസ് ബാധിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കെയർ കൊടുക്കുന്ന സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ആണ് ഹെപ്പറ്റോളജി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കരൾ സംബന്ധമായ രോഗമുള്ളവരെ ശുശ്രൂഷിക്കുക, അവരുടെ രോഗം എന്താണെന്ന് മനസ്സിലാക്കുക, അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ. ക്ലിയർ ആണോ? അത്രേ ഉള്ളൂ. അതിനെ കുറിച്ച് അത്രയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വേറെ നമ്മൾ എക്സ്ട്രാ കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ ഭാഗത്ത് ഇത്രയും ഭാഗം ക്ലിയർ ആണോ? ഇത്രയും ഭാഗം ക്ലിയർ ആയോ? നമ്മൾ പഠിച്ചത് ഇന്ന് എൻഡോക്രൈനോളജി തുടങ്ങിയാണ്. എൻഡോക്രൈനോളജി പറഞ്ഞു,
ജെറിയാട്രിക്സ് പറഞ്ഞു, ജനറൽ മെഡിസിൻ പറഞ്ഞു, ഗ്യാസ്ട്രോഎൻട്രോളജി പറഞ്ഞു, ആൻഡ് ഹെപ്പറ്റോളജി പറഞ്ഞു. അതുവരെയുള്ള നോട്ട് ഒന്ന് വേഗം എഴുതാം. ഇനി ടൈം റിമൈനിങ് ബാക്കി നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റ് പറയാം. അതിന് മുമ്പ് ഇതൊന്ന് എഴുതി വെച്ചേക്കണം. ഏതാട്ടാ അമ്മയുണ്ടെങ്കിൽ ബാക്കി ഭാഗത്തേക്ക് പോകാമെന്ന്. എൻഡോക്രൈനോളജി ഒന്ന് എഴുതിയേ. എൻഡോക്രൈനോളജി. എൻഡോക്രൈനോളജിയില് പാരാതൈറോയിഡ് ഇതാ, പാരാതൈറോയിഡ്. ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. 2 pairs of small, 2 pair, PAIRS, 2 pairs of small oval shaped glands. Oval shaped glands located next to the തൊട്ടടുത്ത് next to the thyroid glands. തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഓവൽ ഷേപ്പിലുള്ള 2 ജോഡി ഗ്ലാൻഡുകളെയാണ് പാരാതൈറോയിഡ് എന്ന് വിളിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? നോട്ട് കിട്ടിയോ? ക്ലിയർ ആയോ? നെക്സ്റ്റ് വൺ. അടുത്തത് പൈനിയൽ ഗ്ലാൻഡ്സ് പീനിയൽ, പ്രൊനൗൺസ് ചെയ്യുന്നത് ആസ് യു വിഷ്, നിങ്ങൾക്ക് ചെയ്യാം. പൈനിയൽ, പീനിയൽ, PINEAL ഗ്ലാൻഡ്സ്. ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. The gland which controls day-to-day activities. Gland which controls day-to-day activities. Full stop. It's also called biological clock. It is also called biological clock. Biological clock. It is also called biological clock. കിട്ടിയില്ലേ? പൈനിയൽ മനസ്സിലായല്ലോ? നെക്സ്റ്റ് വൺ. ഓക്കെ ആണ്. നെക്സ്റ്റ് വൺ ഹൈപ്പോതലാമസ്. ഹൈഫനോട്ട് എഴുതാ. ഹൈപ്പോതലാമസ് ഒരു ഹൈഫനോട്ട് എഴുതാ. It is a part of brain. It's a part of brain which controls temperature, water level in body, which controls temperature, water level in the body, hunger, etc. Hunger, HUNGER. വിശപ്പാണ്. which controls water level, temperature, hunger. Next one, pituitary gland. Pituitary gland. ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാ. പീയൂഷ് ഗ്ലാൻഡ്, അതിനകത്ത് പേരുണ്ട് കേട്ടാ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ മറ്റൊരു പേരാണ് പീയൂഷ് ഗ്ലാൻഡ്. മറ്റൊരു പേര് കൂടിയുണ്ട്, മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് കൂടിയുണ്ട്. പിറ്റ്യൂട്ടറിന്റെ ആണോ അല്ലെങ്കിൽ പീയൂഷിന്റെയോ? പിറ്റ്യൂട്ടറി അവിടെ ഉണ്ടല്ലോ. പിറ്റ്യൂട്ടറി അവിടെ ഉണ്ടല്ലോ നോട്ടില്. PITUIPARY. പീയൂഷ്, അത് തന്നെ. PIYUSH, പീയൂഷ് ഗ്ലാൻഡ് അത് തന്നെയാണ്. പീയൂഷ് ഗ്ലാൻഡ്. പിന്നെന്താ? മാസ്റ്റർ ഗ്ലാൻഡ്.
എന്നൊക്കെ അതിന് പേരുണ്ട്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, പീയൂഷ് ഗ്ലാൻഡ്, മാസ്റ്റർ ഗ്ലാൻഡ് എന്നൊക്കെ അതിന് പേരുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് വേറൊന്നും അതിനകത്ത് എഴുതാനില്ല. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം. ജെറിയാട്രിക്സിൽ നമുക്ക് നോട്ടൊന്നും അധികം എഴുതാനില്ല. സിങ്കോപ്പ് മാത്രമുണ്ട് കേട്ടോ. സിങ്കോപ്പ് ഒന്ന് എഴുതിയേക്കാം. സിങ്കോപ്പ് ലോക്കോമോട്ടോഴ്സ് പ്രോബ്ലം വേണമെന്നില്ല, മൊബിലിറ്റി ഫംഗ്ഷനിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ആണ്. വേണമെങ്കിൽ എഴുതാമെന്ന് എഴുതിക്കോ. ലോക്കോമോട്ടോഴ്സ് പ്രോബ്ലം ജെറിയാട്രിക്സ് ഹെഡിങ് എഴുതിയിട്ട് വേണോട്ടെ എഴുതാൻ. ജെറിയാട്രിക്സ് ഹെഡ് കൊടുക്കാം, എന്നിട്ട് അതിന്റെ താഴെ ലോക്കോമോട്ടോഴ്സ് പ്രോബ്ലം, ലോക്കോമോട്ടോഴ്സ് പ്രോബ്ലം. ഹൈഫിനിട്ടിട്ട് എഴുതാം. മൊബിലിറ്റി, മൊബിലിറ്റി മൂവ് ചെയ്യാനുള്ളത് എന്നാണ് അർത്ഥം. മൊബിലിറ്റി ഫംഗ്ഷൻ, മൊബിലിറ്റി ഫംഗ്ഷൻ ഡിസോർഡേഴ്സ്, മൊബിലിറ്റി ഫംഗ്ഷൻ ഡിസോർഡേഴ്സ്. മൂവ് ചെയ്യാനുള്ള, ഇരിക്കുക, നടക്കുക, ഓടുക, ചാടുക എന്നുള്ളതിനൊക്കെ പ്രശ്നമായിരിക്കും വയസ്സായി കഴിയുമ്പോൾ. അതാണ് ലോക്കോമോട്ടോഴ്സ് പ്രോബ്ലംസ്. ലോക്കോമോട്ടോഴ്സ് പ്രോബ്ലംസ് എഴുതിയോ? മൊബിലിറ്റി ഫംഗ്ഷൻ ഡിസോർഡേഴ്സ്. ക്ലിയർ ആണല്ലോ? യെസ്. നെക്സ്റ്റ് വൺ സിങ്കോപ്പ്, SYNCOPE, സിങ്കോപ്പ്. സിങ്കോപ്പ്. ഫെയിന്റിംഗ്, FAINTING, ഫെയിന്റിംഗ്. due to low blood pressure, due to low blood pressure, because of because of inadequate pumping of oxygen to brain, because of inadequate pumping of oxygen to brain. ബ്രെയിനിലേക്ക് ആവശ്യത്തിന് ഓക്സിജൻ പമ്പ് ചെയ്യാതെ ആകുമ്പോൾ, ലോ ബ്ലഡ് പ്രഷർ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഫെയിന്റിങ്, തലചുറ്റൽ, അതിനെയാണ് നമ്മൾ സിങ്കോപ്പ് എന്ന് വിളിക്കുക. ക്ലിയർ ആണോ? സെന്റൻസ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇനഫ് മാറ്റിയത് കേട്ടോ. യെസ്. നെക്സ്റ്റ് വരേണ്ടത് നമുക്ക് ഏതാ? സിങ്കോപ്പ് ഒന്നുകൂടി പറയണോ? എഴുതുക. ഫെയിന്റിങ് due to low blood pressure, because of inadequate pumping, adequate in the opposite, inadequate pumping of oxygen to heart, inadequate pumping of oxygen to heart. Clear? Sorry. Brain. Listen, thank you. Inadequate pumping of oxygen to brain and brain, heart alla. അടുത്തത് എഴുതിക്കോ. ഗ്യാസ്ട്രോ എൻട്രോളജി. ഞാൻ ചോദിച്ച കാവ്യ ഹാർട്ടല്ലോ, ബ്രെയിൻ ആണേ. കാവ്യ അങ്ങനെ കാവ്യല്ലേ ചോദിച്ചത്? ഹാർട്ടെന്ന് ഇതല്ലേ, ബ്രെയിൻ. ഓക്കെ, ഗ്യാസ്ട്രോ എൻട്രോളജി ആണ് നെക്സ്റ്റ് വൺ. ഗ്യാസ്ട്രോ എൻട്രോളജി. അതിനകത്ത് എഴുതാം ഈസോഫാഗസ്, ഫസ്റ്റ് വൺ. ഗ്യാസ്ട്രോ എൻട്രോളജിയില് ഫസ്റ്റ് വൺ എഴുതാം ഈസോഫാഗസ്. ഓയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓ സൈലന്റ് ആണ്. ഈസോഫാഗസിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആക്കി എഴുതാം. ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. എ പാർട്ട് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം. എ പാർട്ട്, നമ്മുടെ ദഹന വ്യവസ്ഥയുടെ ഒരു അവയവം, ഒരു ഭാഗമാണ് ഈസോഫാഗസ്. എ പാർട്ട് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം. A part of digestive system. Full stop. A long tube that carries
that carries long tube that carries food from throat to stomach. Long tube that carries food from throat to stomach. ത്രോട്ടിൽ നിന്നും സ്റ്റൊമക്കിലേക്ക് ഫുഡ് വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു ലോങ് ട്യൂബ്, അതാണ് ഈസോഫാഗസ്. അതൊരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഓക്കെ, വൺസ് അഗൈൻ പറയണോ? ഈസോഫാഗസ് ഈസ് എ പാർട്ട് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഈസ് എ പാർട്ട് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് വീണ്ടും എഴുതാം. എ ലോങ് ട്യൂബ് that carries food from throat to stomach. That carries food from throat to stomach. Is it clear? ശരിയായോ? Okay. Next one, liver pancreas. Liver pancreas. ഏതാം ലിവർ പാൻക്രിയാസ് എന്താണെന്ന്? ലിവർ പാൻക്രിയാസ് ഹൈഫനേറ്റഡ് ചെയ്ത പ്രൊഡ്യൂസ് ഡൈജസ്റ്റീവ് എൻസൈംസ് ENZYMES enzymes produce digestive enzymes which breaks down fats, carbohydrates, proteins, etc. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ് ഇവയൊക്കെ വിഘടിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായതൊക്കെ എടുക്കണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എൻസൈമുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പാൻക്രിയാസ്, ലിവർ പാൻക്രിയാസ്. ഓക്കെ, ഗാൾ ബ്ലാഡർ നേരത്തെ പറഞ്ഞല്ലോ. എന്തൊരു മലയാളം പറഞ്ഞത്? ഗാൾ ബ്ലാഡർ ആണ് അടുത്തത്. ഏത് റിപ്പീറ്റ് ചെയ്യണം? ലിവർ പാൻക്രിയാസ് റിപ്പീറ്റ് ചെയ്യണമെന്നാണ് പറയണേ. ലിവർ പാൻക്രിയാസ് റിപ്പീറ്റ് ചെയ്യണം. എഴുതിക്കോ. പ്രൊഡ്യൂസ് digestive enzymes which break down. Enzyme is spelling ENZYMES. Digestive enzymes which breaks down fat, carbohydrates, proteins, etc. Fat, carbohydrate, protein, etc. അതെന്താ? ഗാൾ ബ്ലാഡർ മലയാളം നേരത്തെ പറഞ്ഞല്ലോ. അതെ, പിത്തസഞ്ചി. അതെ, അതാണ് അതിന്റെ മലയാളം, പിത്തസഞ്ചി. സാക്ക് ലൊക്കേറ്റഡ് അണ്ടർ ലിവർ, അതാണ് അതിന്റെ ഇതായിട്ട് ഇതിന്റെ എക്സ്പ്ലനേഷൻ. ഗാൾ ബ്ലാഡർ എഴുതാം, ഒരു ഹൈഫൻ ഇട്ടിട്ട് സാക്ക് ലൊക്കേറ്റഡ് അണ്ടർ ദ ലിവർ, കരളുടെ താഴെയായിട്ട് കാണുന്ന ഒരു അറ, പിത്തസഞ്ചി. പിത്തസഞ്ചി എന്നാണ് അതിന്റെ മലയാളം. മാം, ഇതിൽ നിറഞ്ഞാൽ അപ്പൻഡിക്സ് ആവണത് സൗണ്ട് ആയി പോയല്ലോ, ഒന്നും കേട്ടില്ല ഞാൻ. സൗണ്ട് ഒന്ന് കുറയ്ക്കട്ടെ എന്നൊരു പറയാം. യെസ്, എന്താണ് സിന്ധു പറഞ്ഞേ? മാം, ഈ സഞ്ചി അല്ലേ നിറഞ്ഞാൽ അപ്പൻഡിക്സ് ആവണത്? ഈ സഞ്ചിയിലാണ് അപ്പൻഡിക്സ് ആവണേന്നാ? ഇത് നിറഞ്ഞാല് വേസ്റ്റ് ഒക്കെ പോയിട്ട് വേസ്റ്റ് ഒക്കെ പോയിട്ട് വരുമ്പോ അപ്പൻഡിക്സ് ആകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ, അപ്പോഴാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടൊക്കെ വയറുവേദന അങ്ങനെയൊക്കെ വരുന്നത് അല്ലെ? അതൊക്കെ വരുമ്പോഴാണ്. ഓക്കെ, എന്നൊക്കെ പറയും താശിയം. ഓക്കെ, ഗാൾ ബ്ലാഡർ എഴുതിയല്ലോ, അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതിയില്ലേ? കേൾക്കണില്ല, എന്താ പറഞ്ഞേ?
എന്തോ പറയണ്ട ബിൻഷ? സാക്ക് ലൊക്കേറ്റഡ് അണ്ടർ ലിവർ, അതാണ് പറഞ്ഞു നിർത്തിയ ഗാൾ ബ്ലാഡർ. ഓക്കെ, സാക്ക് ലൊക്കേറ്റഡ് അണ്ടർ ലിവർ, അതാണ് ഗാൾ ബ്ലാഡർ. അതുവരെ ഉള്ളൂ. ബാക്കി ഇനി വേറെ ഒന്നും നമുക്ക് ഇതിനകത്ത് പറയാനുള്ളതൊന്നുമില്ല. എടുത്ത് പറയാനുള്ളതൊന്നും എൻഡോസ്കോപ്പി ഒക്കെ അറിയാം. ഇതിന്റെ ടെസ്റ്റ് ആണ്, ബോവൽ ഇൻവെസ്റ്റിഗേഷൻസ് നടത്താനുള്ള ടെസ്റ്റ് ആണ് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്. നമുക്ക് അറിയാവുന്നതാണ്. വയറിനകത്തുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇപ്പൊ ഈ പറഞ്ഞ ഈസോഫാഗസ്, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ലാർജ് ഇൻറ്റെസ്റ്റൈൻ, ലിവർ പാൻക്രിയാസിന്, ഗാൾ ബ്ലാഡർ എന്നൊക്കെ എന്തെങ്കിലും ഡിസീസസ് അതിന്റെ ഫംഗ്ഷനിങ് ഒക്കെ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഒരു ടെസ്റ്റ് ആണ് എൻഡോസ്കോപ്പി. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, നമുക്കറിയാവുന്നതാണ്. എൻഡോസ്കോപ്പി എന്നാണെന്ന് നമുക്ക് അങ്ങനെ എടുത്ത് പറയാനുമില്ല, പഠിക്കാനുമില്ല. എൻഡോസ്കോപ്പി ആണ് ഇതിന്റെ ഒരു സ്റ്റൊമക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിന്റെ ടെസ്റ്റിംഗ് രീതി. ഓക്കെ, നമുക്ക് ഹെപ്പറ്റോളജി വരെയാണ് എടുത്തത്. ഹെപ്പറ്റോളജിയിൽ ഒന്ന് ഏതായാലും അവിടെ തന്നിരിക്കുന്ന ലിവർ ഡിസോർഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് മാത്രം അറിഞ്ഞിരിക്കാം. ക്ലിയർ ആണല്ലോ? ഇന്നെടുത്ത 5 ഡിപ്പാർട്ട്മെന്റ് ക്ലിയർ അല്ലേ? എൻഡോക്രൈനോളജി, ജെറിയാട്രിക്സ്, ജനറൽ മെഡിസിൻ, ഗ്യാസ്ട്രോഎൻട്രോളജി ആൻഡ് ഹെപ്പറ്റോളജി. ഓക്കെ, ഇതുവരെയുള്ളത് നന്നായിട്ടൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ വരാട്ടാ. അപ്പൊ ഓക്കെ, താങ്ക് യു, ടാറ്റ, ആൻഡ് ബി സേഫ്, ബി ഹാപ്പി. See you next day. Thank you, ma'am.